നമസ്കാരം. കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ കീർണശ്രയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കളരി സ്പന്ദനത്തിനായി കളൂരിക അഷ്ടകം എന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. കേരളത്തിൽ ജ്യോതിഷം കൈകാര്യം ചെയ്തു വരുന്ന കളരിക്കുറുപ്പ്, കളരിപ്പണിക്കർ സമുദായത്തിലുള്ളവരുടെ ആരാധനാമൂർത്തികളിൽ പ്രധാനമാണ് കളരിയും കളരി ദേവതകളും. കളരികളെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ പരശുരാമ പ്രതിഷ്ഠിതമായ കളരികളുമുണ്ട്. ഇതിൽ എഴുത്ത് കളരി, ആയുധ കളരി, കിഴക്ക് പടിഞ്ഞാറ് കളരി, തെക്ക് വടക്ക് കളരി എന്നിങ്ങനെ പ്രത്യേകതകളുള്ള കളരികളുമുണ്ട്. ഈ കളരികളിൽ ചില പ്രധാനപ്പെട്ട ദേവന്മാരുടെ പ്രത്യേകം സ്ഥാനങ്ങളിൽ കുടിവെച്ച് ആരാധിച്ചു വരുന്നു. കളരി ഭരദേവത എന്ന സങ്കല്പത്തിൽ ആരാധിച്ചു വരുന്ന പ്രധാനപ്പെട്ട ഒരു ദേവതയാണ് കളൂരിക ഭഗവതി. കളൂരിക ഭഗവതിയെ സ്തുതിക്കുന്ന ധ്യാനങ്ങളോ സ്തുതികളോ അധികമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. കളൂരിക ഭഗവതിക്കായി കളരി സ്പന്ദനം എന്ന ആധ്യാത്മിക വാട്സപ്പ് ഗ്രൂപ്പിലെ ചില വിശിഷ്ട വ്യക്തികൾ ചേർന്ന് കളൂരിക ഭഗവതിയെ സ്തുതിക്കുന്നതിന് വേണ്ടിയുള്ള കളൂരിക അഷ്ടകം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ അഷ്ടകം രചിച്ചിരിക്കുന്നത് വെള്ളർക്കാട് ആദൂർ കളരിക്കൽ ജ്യോതിഷ സംസ്കൃത പണ്ഡിതനായിരുന്ന കരുണാകര പണിക്കരുടെ മകൻ രവീന്ദ്രൻ പണിക്കരാണ്. അദ്ദേഹം ഇപ്പോൾ മലയാള മനോരമയിൽ അസിസ്റ്റൻ്റ് എഡിറ്ററായി കോട്ടയം യൂണിറ്റിൽ ജോലി ചെയ്തു വരുന്നു. സംസ്കൃതം, സാഹിത്യത്തിലും ഇംഗ്ലീഷിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ബിരുദം നേടിയിട്ടുണ്ട്. ആയുസ്സിനും ആരോഗ്യത്തിനും വ്രതങ്ങൾ, ജ്യോതിഷം നിത്യജീവിതത്തിൽ എന്നീ പുസ്തകങ്ങൾ രചിച്ചിട്ടുമുണ്ട്. ഈ അഷ്ടകത്തിൻ്റെ മനോഹരമായ സംഗീത സംവിധാനവും ആലാപനവും നിർവഹിച്ചിട്ടുള്ളത് നമ്മൾക്കെല്ലാം സുപരിചിതയായ പാലത്തുള്ളി കളരിക്കൽ രജി രാധാകൃഷ്ണനാണ്. വളരെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ കുന്നത്തൂർ മോഹനൻ ആർ കൃഷ്ണ എന്ന സംഗീത അധ്യാപകനിൽ നിന്ന് സംഗീതം അഭ്യസിക്കുകയും സ്കൂൾ കലോത്സവങ്ങളിൽ നിന്നും നിരവധി പുരസ്കാരങ്ങൾ നേടിയെടുക്കുകയും പ്രൊഫഷണൽ സംഗീത രംഗത്ത് മാസ്റ്ററോ ആയ ശ്രീ വിദ്യാധരൻ മാസ്റ്ററുടെ ശിക്ഷണത്തിൽ നിരവധി ആൽബങ്ങളും സ്റ്റേജ് ഷോകളും ചെയ്തു. ഏഷ്യാനെറ്റ് സപ്തസ്വരങ്ങൾ, കൈരളി TV ഗന്ധർവ സംഗീതം എന്നിവകളിൽ വിജയിച്ച് പുരസ്കാരവും നേടുകയും ആൾ ഇന്ത്യ മ്യൂസിക് ടാലൻറ്റ് ഹണ്ടിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു. ഈ കളൂരിക അഷ്ടകത്തിൻ്റെ ആവിഷ്കാരത്തിനായി ആദ്യം മുതൽ അവസാനം വരെ പ്രയത്നിച്ചത് മരത്താകര കളരിക്കൽ ശ്രീ സുനിൽകുമാർ ആണ്. സംസ്കൃതത്തിലും ജ്യോതിഷത്തിലും മഹാപണ്ഡിതനായിരുന്ന മരത്താകര കളരിയിലെ വേലായുധക്കുറുപ്പിൻ്റെയും അമ്മു അമ്മയുടെയും പൗത്രനും സുരേന്ദ്രനാഥ് കോമളവല്ലി ദമ്പതികളുടെ പുത്രനുമാണ് ശ്രീ സുനിൽകുമാർ. ഗുരുവിൻ്റെ ഉപാസനയും പൂജകളും 4-5 വർഷമായി ഉയർത്തിക്കൊണ്ടുവരികയും പിന്നീട് ശ്രീ മഹാദേവിക്കായി ശ്രീ പാർവതി ക്ഷേത്രം ശ്രീ സുനിൽകുമാറും അനുജൻ ശ്രീ വിശ്വനാഥും ചേർന്ന് നിർമ്മിച്ച് ആരാധിക്കുകയും ചെയ്തു. ഈ ഉപാസനയിലും ചിന്തയിലും നിന്നുമാണ് പിന്നീട് കളരി സ്പന്ദനം എന്ന ആധ്യാത്മിക പ്രസ്ഥാനത്തിന് രൂപം നൽകുവാൻ കാരണമായത്. അത് പിന്നീട് കളരിക്കുറുപ്പ്, കളരിപ്പണിക്കർ കുടുംബാംഗങ്ങൾക്ക് ആധ്യാത്മിക ചിന്തകൾ ഓരോ വ്യക്തികളിലും ഉയർത്തുന്നതിൽ കളരി സ്പന്ദനം ഒരു സ്പന്ദനമായി മാറിക്കഴിഞ്ഞു. കളരി കുടുംബാംഗങ്ങളുടെ സർഗാത്മക കഴിവുകൾ കണ്ടെത്തി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിന് സാമജവരഗമന എന്ന ഗ്രൂപ്പിനും രൂപം നൽകി.
കളരി വനിത എന്ന സ്ത്രീ ശാക്തീകരണത്തിനായി ഒരു ഗ്രൂപ്പും കളരി സ്വസ്തികം എന്ന കളരി ഡയറക്ടറിയുടെ പ്രവർത്തനങ്ങളും ശ്രീ സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ശ്രീ രവീന്ദ്രൻ പണിക്കരുടെയും ശ്രീമതി രജി രാധാകൃഷ്ണൻ്റെയും ശ്രീ സുനിൽകുമാറിൻ്റെയും ഉദ്യമത്തിൽ പിറവികൊണ്ട ഈ ഖളൂരിക അഷ്ടകം എല്ലാവിധത്തിലും ഉയർന്ന നിലവാരം പുലർത്തിയെന്ന് തന്നെ പറയണം. ഇനി നമുക്ക് ഖളൂരിക അഷ്ടകം കേൾക്കാം. തുടർന്ന് അത് സംഭവിക്കാനുള്ള ചില കാരണങ്ങൾ രസകരമായ സംഭാഷണത്തിലൂടെ ഈ 3 വ്യക്തികളുടെയും സംഭാഷണത്തിലൂടെ നമുക്ക് ശ്രവിക്കാം. നന്ദി, നമസ്കാരം. बलस्य हेतुकां तनोर्मन सुखस्य दायिनी सुलोचनां सुलक्षणां च केरले सुपूजितां घणूरिणा निवासिनीं भजेऽहमार्तिनाशिनीम् सुशस्त्रविद्यया घणूरिगेति वाच्यमर्थदः सुशिक्षितं किलाक्षरैरितेह साद्विदं पदं सुविद्यया रणाङ्गणे घनान्धकारभेदिनीं घणूरिका निवासिनीं भजेऽहमार्तिनाशिनीम् सुबालकेषु बालिकासु धन्यमाद्यमक्षरं ददातुमेव निर्मितं घणूरिकातलं श्रुतम् अतस्तदक्षरात्मिकां सुरासुरैश्च सेवितां घणूरिका निवासिनीं भजेऽहमार्तिनाशिनीम् शिवां शधारिणीं शिवां जनस्य शोकनाशिनीं वरासने सवर्जितां सदैव भद्ररूपिणीं
रवीन्दुभौमचान्ति जीवशुक्रमन्दराहव सकेतु सर्वखेचरा फलप्रदा भवन्ति यत्तदत्र ज्योतिषाङ्गणे फलानुकूलबोधिनी खलूरिका निवासिनी भजेहमार्तिनाशिनी पुरातने सुपूजितां सदापि मार्गदर्शिनीं किरातभावकृन्दनीं सुसात्विकात्मरूपिणीं कुलस्य दिव्यदीपिकां खलस्य दोषनाशिनीं घणूरिका निवासिनीं भजेहमार्तिनाशिनीम् पदे पदे च रक्षतां परोपकारहेतुकां पवित्रकार्यकारिणीं परां च शक्तिरूपिणीम् पलाशपुष्पशोभितां फलार्णवे विलासिनीं खलूरिकानिवासिनीं भजेहमार्तिनाशिनी आनन्दकोटिपुण्यदामनिष्टकष्टनाशिनीं हृदन्धकारनाशिनीं वराभयस्वरूपिणी कुलाभिवृद्धिकारिणीं विलोलपट्टधारिणीं खलूरिकानिवासिनीं भजेहमार्तिनाशिनीम् खलूरिकाष्टकमिदं यः पठेत् भक्तिमान् नरः पुनस्य वृद्धिमाप्नोति विद्यां वित्तं यशस्सुखम् ഓം ശ്രീ മഹാദേവിയേ നമ. എല്ലാവർക്കും നമസ്കാരം. കളരി സ്പന്ദനം എന്ന നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ഈ കൂട്ടായ്മ രൂപപ്പെട്ടതിന് ശേഷം നമ്മുടെ കേരളത്തിലുള്ള ഒരുവിധം കളരികളായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചു. അതിൽ അനേകം ജ്യോത്സ്യന്മാരും അനേകം കലാപരമായിട്ടുള്ള കഴിവുള്ള വ്യക്തിത്വങ്ങളെയും അനവധി ആൾക്കാരെ പരിചയപ്പെടാനും ഇതുമൂലം സാധിച്ചു. അപ്പോൾ അങ്ങനെ ഓരോ കളരികളായിട്ട് ബന്ധപ്പെടുമ്പോൾ മേ ബി ഇപ്പം നമ്മുടെ പല ആൾക്കാരും നമ്മുടെ ഗ്രൂപ്പുകളിലുണ്ട്. അനവധിയായ ഒരു 1800-ൽ പരം ആൾക്കാർ നമ്മുടെ ഈ സ്പന്ദനം ഗ്രൂപ്പുകളിൽ 5-8 ഗ്രൂപ്പുകളിലായിട്ട് നിലകൊള്ളുന്നുണ്ട്. പലപ്പോഴും ആൾക്കാർ മേ ബി ചിലപ്പോൾ അവരുടെ മൊബൈൽ ഹാങ്ങിങ് പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ ചിലപ്പോൾ ലെഫ്റ്റ് ആവാറുണ്ട്. അപ്പോൾ അവരെ അപ്പോൾ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക എന്നുള്ളൊരു സ്വഭാവം നമ്മളെപ്പോഴും കാണിക്കാറുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം ചേട്ടൻ ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ലെഫ്റ്റ് ആവുകയാണ്. ആ സമയത്ത് ഞാൻ ചേട്ടനെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഒരാൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു ആരാണെന്നുള്ളത്. അപ്പോൾ ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് അത് മനസ്സിലായത് രവിചേട്ടനായിരുന്നു.
അതൊരു കളരി, രവീന്ദ്രൻ കളരിക്കൽ എന്ന് ഞങ്ങൾ പറയുന്ന രവി ചേട്ടനായിരുന്നു. അപ്പോൾ ചേട്ടനായിട്ട് അങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ആദ്യം പറഞ്ഞു ഇങ്ങനെ ഒരു അഡ്മിൻ ഓൺലി ഗ്രൂപ്പ് ആണെങ്കിൽ ഞാനത് കണ്ടിന്യൂ ചെയ്യണില്ല, അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കി പരസ്പരം പരസ്പരം കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷമാണ് ഏട്ടൻ ഗ്രൂപ്പിലേക്ക് റീജോയിൻ ചെയ്യാനായിട്ട് പറഞ്ഞത്. പിന്നെ തുടർന്നുള്ള ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ നമ്മുടെ ഒരു അഷ്ടകം വരെ എത്തി നിൽക്കുന്നത് മെയിനായിട്ട്. ഓക്കെ, നമസ്കാരം. മഹാദേവിയായി നമ. ഞാൻ ഘടൂരിക അഷ്ടകത്തിൻ്റെ കാര്യങ്ങൾ അന്നത്തെ ഫംഗ്ഷനെ വിശദീകരിച്ച് പറഞ്ഞിരുന്നു, എങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യവും അഷ്ടകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതേക്കുറിച്ച് ഒന്നും കൂടി ഏറ്റവും ചുരുക്കി ഒന്നുകൂടി പറയുകയാണ്. അതായത് കളരി സ്പന്ദനം ഗ്രൂപ്പിലേക്ക് ഞാൻ വരുന്നതും രണ്ടാമതും വരുന്നതും ഒക്കെ സുനിലോട് സൂചിപ്പിച്ചു. അതായത് അതിനു മുമ്പേ ഉള്ള കാര്യങ്ങൾ നമ്മളെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട് വളർക്കാടാണ്. അവിടെയുള്ള അതൊരു കളരിയെക്കുറിച്ച് ഞങ്ങളുടെ കളരിയെക്കുറിച്ച് ഒരു പാട്ട് എഴുതിയിരുന്നു, ഒരു മലയാള ഭക്തിഗാനം എഴുതി. ആ ഗാനം ദുർഗാവിഷ്ണു പാടിയതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ പാടിയതിന് ശേഷം ഒരു പാട്ടാക്കി റെക്കോർഡ് ചെയ്ത് എറണാകുളത്ത് തന്നെ റെക്കോർഡ് ചെയ്ത് എൻ്റെ ഒരു സുഹൃത്ത് ആയിരുന്നു ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്ത് എറണാകുളത്ത് റെക്കോർഡ് ചെയ്തു. ആ പാട്ട് ഇടുന്ന തയ്യാറാക്കിയ സമയത്താണ് കളരി സ്പന്ദനം ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യപ്പെടുന്നത്. ഈ തിരക്ക് പ്രമാണിച്ച് നമ്മൾ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് തടസ്സം വരുന്നുള്ളതുകൊണ്ട് അറിയുമ്പം ഇതിന്ന് ലെഫ്റ്റ് ചെയ്തപ്പോഴാണ് സുനിൽ വിളിച്ചത്. അപ്പോഴാണ് അറിയുന്നത് അങ്ങനെയാണ് സുനിൽ പരിചയപ്പെടുന്ന അർത്ഥം. ഞാൻ കാര്യം കൂടുതലും ഈ ജ്യോതിഷ രംഗത്ത് ഇപ്പോൾ ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ടും പ്രവർത്തിക്കാത്തതുകൊണ്ടും വീട്ടിലധികം ഉണ്ടാവാറില്ല. അതുകൊണ്ട് അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ നിയമം വന്നു. ഈ സുനിലിനെ പരിചയമില്ലായിരുന്നു നേരത്തെ. ഈ സുനിൽ ഞാൻ ലെഫ്റ്റ് ചെയ്തപ്പോൾ സുനിൽ എന്നെ വിളിച്ചു. ഇപ്പോഴാണ് പരിചയപ്പെടുന്നത്. മരത്തക്കര ബന്ധുക്കളുണ്ട്, ഇവരൊക്കെ അറിയാം. അങ്ങനെയാണ് പരിചയപ്പെടുന്നത് ഞാൻ സുനിൽ തമ്മിൽ. അതിനു മുമ്പ് തന്നെ ഞങ്ങളുടെ കളരിയെക്കുറിച്ചുള്ള പാട്ട് അതിനു മുമ്പ് തന്നെ റെക്കോർഡ് ചെയ്ത് എൻ്റെ കയ്യിലുണ്ട്. ആ റെക്കോർഡ് ചെയ്തതെല്ലാം ഉണ്ട്. അപ്പോഴാണ് സുനിലിനെ ഈ ഗ്രൂപ്പിൽ പരിചയപ്പെട്ടപ്പോൾ ഞങ്ങൾ കളരിയെക്കുറിച്ച് എഴുതിയ പാട്ട്, ഞാൻ ആദ്യം എഴുതിയ പാട്ട്, കവിതകളൊക്കെ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പാട്ടായിട്ട് ആദ്യം ചെയ്ത് ഇടാവോ എന്ന് ചോദിച്ചപ്പോൾ സുനിൽ ഇടാമെന്ന് പറഞ്ഞു. ഞങ്ങളെ കളരിയെക്കുറിച്ച് മാത്രമാണെങ്കിലും ഇടാവോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഇടാമെന്ന് പറഞ്ഞു, ഇട്ടു. ഈ കളരി സ്പന്ദനം ഗ്രൂപ്പിൽ ആ പാട്ട് ഇട്ടിരുന്നു. ആ പാട്ട് ഇട്ടതിന് ശേഷമാണ് സുനിൽ സജഷൻ എന്ന നിലയ്ക്ക് ഇങ്ങനെ എല്ലാ കളരിയെയും കുറിച്ച് ഉള്ള ഒരു പാട്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് എടുത്തത്. കാരണം ഒരു പാട്ടാണ് ആദ്യം ഇട്ടത്, ഒരു മലയാള ഭക്തിഗാനം. ഒരു ഭക്തിഗാനം തയ്യാറാക്കാമോ എന്ന സജഷൻ സുനിലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. അപ്പം തീർച്ചയായും അത് തന്നെയാണ് വേണ്ടത്. ഈ കളരി സ്പന്ദനം പോലുള്ള ഗ്രൂപ്പിന്, എല്ലാ കളരികളിലും സ്പന്ദനം ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പിന് എല്ലാ കളരികളെയും കുറിച്ചുള്ള ദേവി തന്നെ വേണം, ഭക്തിഗാനം ഞാൻ തയ്യാറാക്കി തരാം എന്ന മട്ടിൽ സംസാരിച്ചിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പിറവി. ഇതിൻ്റെ തുടക്കം അത് തന്നെയാണ്. അപ്പോൾ പിന്നീടാണ് ആലോചിച്ചപ്പോഴാണെന്ന ഭക്തിഗാനമാകേണ്ട എല്ലാ കുറച്ച് എൻ്റെ ആധികാരികതയ്ക്ക് വേണ്ടി സംസ്കൃതം തന്നെ ചെയ്യാം. സംസ്കൃതത്തിൽ ഒരു ഭക്തിഗീതം, ഒരു പാട്ടല്ല, ഭക്തിഗീതമായിട്ട് തന്നെ ചെയ്യാം. അതൊരു അധികാരിയായിട്ടൊന്നും ഘടൂരിക ദേവിയെക്കുറിച്ചില്ല എന്ന് മനസ്സിലാക്കി ഗൂഗിളിൽ ഉൾപ്പെടെ എല്ലാ ഗവേഷണ തലങ്ങളും നോക്കി നടത്തും. പുസ്തകങ്ങൾ, പഴയ പുസ്തകങ്ങൾ നോക്കി, അഷ്ടകങ്ങൾ തന്നെയുള്ള പുസ്തകങ്ങളുണ്ട്. അഷ്ടകങ്ങൾ തന്നെ എഴുതിയ പുസ്തകങ്ങൾ, ദേവീ സ്തോത്രങ്ങൾ, അതിലൊന്നും ഘടൂരിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ ഗൂഗിൾ സെർച്ച് ഉള്ള പുതിയ സംവിധാനം കൂടി നോക്കിയപ്പോൾ അതിലും ഒന്നും കാണുന്നില്ല. അപ്പോഴാണ് സംസ്കൃതത്തിലെ അഷ്ടകം, സംസ്കൃതത്തിൽ ഒരു ഭക്തിഗാനം ഗീതം തന്നെ എഴുതാം എന്ന് വെച്ചു. അതിന് പറ്റിയ രീതി അഷ്ടകമാണ് എന്നുള്ള കാര്യം തോന്നി. മറ്റേത് രീതിയിലുള്ള ഭക്തി ഗീതത്തെക്കാളും നല്ലത് അഷ്ടകം തന്നെയാണ്. 8 ശ്ലോകം ഫലശ്രുതി ഉള്ള അഷ്ടകത്തിലാണ് ധാരാളം ഉള്ളത്. ശങ്കരാചാര്യ ഉൾപ്പെടെ അതിന് മുമ്പ് തന്നെ പത്മപുരാണത്തിലൊക്കെ ഈ ദേവി നമസ്തേസ്തു മഹാമായ ശ്രീപീഠേ സ്വരപൂജ എന്നുള്ളത് മഹാലക്ഷ്മി അഷ്ടകം. അതൊക്കെ പുരാണങ്ങളുള്ളത്. ശങ്കരാചാര്യർക്ക് മുമ്പേ ഉള്ള അഷ്ടകങ്ങൾ ധാരാളമുണ്ട്. പത്മപുരാണത്തിലുള്ളതാണ് അഷ്ടകം. അതുപോലെയുള്ള പുരാണങ്ങളിലും ഒക്കെ ധാരാളം അഷ്ടകങ്ങളുണ്ട്. പിന്നീട് ശങ്കരാചാര്യർ ധാരാളം അഷ്ടകങ്ങളുണ്ടാക്കി, 40-ലധികം അഷ്ടകങ്ങൾ ശങ്കരാചാര്യർ ഉണ്ടാക്കി. അതിനുശേഷം പലരും ഉണ്ടാക്കി. അപ്പോൾ അഷ്ടകമാണ് ഭക്തി പ്രസ്ഥാന കാലത്ത് ഏത് ദേവിയായാലും ദേവനായാലും പ്രസാദിപ്പിക്കാനും പറ്റുന്ന ഏറ്റവും നല്ലൊരു സംഗീത വഴി, അല്ലെങ്കിൽ ഭക്തിഗീതത്തിൻ്റെ പാത എന്ന് പറയുന്നത് അഷ്ടകം തന്നെയാണ്. അത് ഏറ്റവും നല്ലത് അഷ്ടകമാണെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് അഷ്ടകം രചിക്കാം, ഘടൂരിക ദേവിയെക്കുറിച്ച് ഒരു അഷ്ടകം ചെയ്യാം എന്ന് തോന്നുന്നതും തുടങ്ങുന്നതും. അങ്ങനെ അഷ്ടകം രചിച്ചു. അഷ്ടകം രചിക്കാനിടയിൽ പഞ്ചചാമര വൃത്തത്തിലാണ് അഷ്ടകം കൂടുതൽ പഞ്ചചാമര വൃത്തത്തിലുള്ളത്. ഇപ്പം അഷ്ടകം ആകുമ്പോൾ അതിനു മുമ്പ് തന്നെ ഘടൂരിക ദേവിയുടെ ഭാവം എന്തെന്നുള്ള കാര്യത്തിൽ ആണൊരു തീരുമാനം എത്തേണ്ടിയിരുന്നത്. കാരണം പലപ്പോഴും ഘടൂരിക എന്ന് പറഞ്ഞാൽ പലർക്കും എന്താ സംഭവം എന്ന് അറിയില്ല. ഇത് ദേവിയുടെ ഏത് ഭാവമാണ്, ഏത് രൂപമാണെന്ന് പലർക്കും അറിയില്ല. മാത്രമല്ല പല കളരികളിലും പല രീതിയിലാണ് ദേവി ആരാധിക്കുന്നത്.
അങ്ങനെ ഘളൂരികാ ദേവിയെക്കുറിച്ച്, കളരിയുടെ അധിഷ്ഠാന ദേവതയായ ഘളൂരികാ ദേവിയെക്കുറിച്ച് അഷ്ടകം രചിച്ചു സംസ്കൃതത്തിൽ. ഈ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഈ അഷ്ടകം ആരെക്കൊണ്ട് പാടിക്കണം, ആര് പാടണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കളരി കുടുംബാംഗങ്ങളിൽ ഒരാൾ തന്നെ പാടണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. പുറമേ നമുക്ക് പല ഗായകമാരെ കുറിച്ചോ ഒക്കെ കൊണ്ടൊക്കെ പാടിക്കാം. പക്ഷേ കളരി കുടുംബത്തിലെ ഒരാൾ തന്നെ ഇത് പാടണം എന്ന നിർബന്ധം ആദ്യം തന്നെ അഷ്ടകരചന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്താണ് കളരി സ്പന്ദന ഗ്രൂപ്പിൽ പാടുന്നവർ ആരൊക്കെയെന്ന് നോക്കിയപ്പോഴാണ് ആദ്യം ശൈലജ ചേച്ചി ശ്രദ്ധിച്ചത്. ഞാൻ സുനിലിനോട് പറഞ്ഞു, പലശന കളരിയിൽ ശൈലജ ചേച്ചിയുടെ കീർത്തനങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് എനിക്ക് ഇവരെയൊന്നും അറിയില്ല, ശൈലജ ചേച്ചി എനിക്കറിയില്ല, ഇങ്ങനെ ഗ്രൂപ്പിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. സുനിലിനോട് സംസാരിച്ചു. അപ്പം എന്നാൽ അവരോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവരെ കൊണ്ട് അതിൻ്റെ ആദ്യം പാടി തന്നു. അതിൻ്റെ ആദ്യത്തെ ഇതിൻ്റെ അഷ്ടകം തന്നെ മുഴുവനായിട്ടും 8 ശ്ലോകവും ഫലശ്രുതിയും ആദ്യ ഘട്ടത്തിൽ അവർ മുഴുവനായിട്ട് പാടി തന്നു. അപ്പോൾ അതിന് ശേഷമാണ് 1-2 മാസം ഇടവേളയ്ക്ക് ശേഷം കുറച്ചും കൂടി ഹൈ പിച്ചിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് പിന്നെ ചേച്ചിനെ സജസ്റ്റ് ചെയ്ത് മറ്റൊരാളെ പഠിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് അങ്ങനെ ശ്രീമതി രജി രാധാകൃഷ്ണൻ്റെ പേര്. ഇവരെല്ലാം ഈ ഗ്രൂപ്പിൽ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇവരൊന്നും അറിയില്ലെങ്കിലും ഇവരൊക്കെ പാട്ട് നമ്മൾ സംഗീതമൊക്കെ ആസ്വദിക്കുന്നുണ്ട്. സംഗീതം എനിക്ക് അറിയില്ലെങ്കിൽ പോലും ആസ്വദിക്കാനറിയാം, കേൾക്കാനും പാടാനറിയില്ലെങ്കിലും ആസ്വദിക്കാനറിയാം. അങ്ങനെ ഇവരെല്ലാം അറിയാം, ഇവരുടെ സംഗീതം വൈദഗ്ധ്യം വളരെ നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ ശ്രീമതി രജി രാധാകൃഷ്ണൻ്റെ പേര് അങ്ങനെയാണ് വരുന്നതും. സുനിലായിട്ട് സംസാരിച്ച്, ഇവരായിട്ടും ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടില്ല ആ ഘട്ടത്തിലൊന്നും. അപ്പോൾ സുനിൽ സംസാരിച്ചു. അങ്ങനെയാണ് ഇവരെ കൊണ്ട് ശ്രീമതി രജി രാധാകൃഷ്ണൻ അവരെ കൊണ്ട് പാടിക്കാമെന്ന് വെച്ചു. പാടിയാൽ തന്നെ ഗംഭീരമാവുന്ന ഉറപ്പുണ്ടായിരുന്നു ഇതിന് മുമ്പ് തന്നെ, ഏൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ. കാരണം പല കീർത്തനം കേട്ടിട്ടുണ്ട്, അഷ്ടകം തന്നെ കേട്ടിട്ടുണ്ട്, ശിവാഷ്ടകം കേട്ടിട്ടുണ്ട്, പിന്നെ മറ്റേ സാമജകരമണത്തിൽ വന്ന പലതും കേട്ടിട്ടുണ്ട്. അപ്പം പാടിയാൽ ഗംഭീരമാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതിന് ശേഷമാണ് വരികൾ കൊടുത്തു. ആ വരികൾ കൊടുത്തതിന് ശേഷം അവർ പാടി തന്നു. എന്നെ സംബന്ധിച്ചുള്ള നിർബന്ധം ഒരു സംസ്കൃതത്തിലെ ഒരു കീർത്തനം ഏതാണെങ്കിലും അതിൽ അക്ഷരശുദ്ധിക്കാണ് പ്രാധാന്യം. അതാണ് ആ നിർബന്ധം ആണ് എനിക്കുള്ളത്. കാരണം സംസ്കൃതത്തിൻ്റെ പ്രത്യേകത അതാണ്. മാതംഗി സത്യമൂർത്തി വലിയ സംഗീതജ്ഞനാണ്. പക്ഷേ മാതംഗി സത്യമൂർത്തിയുടെ അക്ഷരശുദ്ധി നമ്മൾ മറ്റൊരാളെ കുറിച്ച് ഇതായിട്ട് പറയില്ല. അവർ തമിഴ് തെലുങ്ക് ബന്ധത്തിലായതുകൊണ്ട് സംസ്കൃത ശുദ്ധി, അക്ഷരശുദ്ധി എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. അപ്പം അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം. മാതംഗി സത്യമൂർത്തി ലെവൽ സംഗീതമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം. എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സംസ്കൃതത്തിൻ്റെ അക്ഷരശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ സംഗീതം എൻ്റെ സെക്കൻഡറിയാണ് വരുന്നുള്ളത്. അപ്പം ആ നിർബന്ധം ആര് പാടുകയാണെങ്കിലും അക്ഷരശുദ്ധി, ഉച്ചാരണശുദ്ധി, ഭാവം, അർത്ഥം, പദച്ഛേദം. കാരണം സംസ്കൃതത്തിൻ്റെ പ്രത്യേകത പദം മുറിക്കേണ്ട അടുത്ത് എല്ലാം മുറിച്ചെന്ന് വെച്ചാൽ അർത്ഥം മാറിപ്പോകും, നേരെ ഓപ്പോസിറ്റായി പോകും. അപ്പോൾ നമ്മൾ നല്ല സംഗീതമുണ്ട്, നല്ല ഈണോ നല്ല ശബ്ദമൊക്കെ ഉണ്ടെങ്കിലും പദം മുറിക്കേണ്ട അടുത്ത് എല്ലാം മുറിച്ചെന്ന് വെച്ചാൽ ശത്രു എന്നുള്ളതിന് പകരം മിത്രനാവും, ദേവൻ എന്നുള്ളതിന് പകരം അസുരനാവും, സുരാ എന്നുള്ളതിന് പകരം അസുരാന്നാവും. പദം മുറിക്കുന്നതിൻ്റെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ സംസ്കൃതം ചെല്ലുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അർത്ഥം ശുദ്ധി ആണ്. അതുകൊണ്ട് പി ലീല നാരായണീയം റെക്കോർഡ് ചെയ്തത് പി ലീലയ്ക്ക് കുടുംബപരമായിട്ട് സംസ്കൃതം മാത്രം അറിയാമായിരുന്നു. എന്നാലും അന്ന് നാരായണീയം അവർ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് സംസ്കൃതം പഠിക്കണം, എന്നിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഒരു 6 മാസത്തോളം സംസ്കൃതം മാത്രം പഠിച്ച് നാരായണീയം ആദ്യം മുതൽ അവസാനം കേശാധിപതി ഉൾപ്പെടെയൊക്കെ ചെല്ലാൻ വേണ്ടി സംസ്കൃതം പഠിച്ച ചരിത്രം നമുക്കറിയാം, പി ലീല പോലും. അപ്പോൾ അതാണ് സംസ്കൃതത്തിൻ്റെ പ്രത്യേകത. സംസ്കൃതത്തിന് അക്ഷരശുദ്ധിയും വളരെ നിർബന്ധമാണ്. അത് ശ്രീമതി രജി രാധാകൃഷ്ണൻ്റെ ഇതിൻ്റെ മുമ്പുള്ള കേട്ട കീർത്തനങ്ങളിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, വളരെ നല്ല അക്ഷരശുദ്ധിയിൽ ചെല്ലാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ പാടിയിട്ട് ട്രാക്ക് ആയിരുന്നു ആദ്യം തന്നെ പാലക്കാട് സ്റ്റുഡിയോയിലല്ല, അല്ലാതെ തന്നെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് തന്നു. വലിയ ചെറിയ കറക്ഷൻസ് മാത്രമേ പറയേണ്ടി വന്നുള്ളൂ. ഈ ഗാനം ദീർഘത്തിന് പകരം ഈ ഗാനം ഹ്രസ്വമായിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് അത് വളരെ നിർബന്ധം ഇത്ത കാര്യത്തിൽ. കാരണം സംസ്കൃതത്തിൻ്റെ കാര്യത്തിൽ ഇം എന്ന് പറയുന്നതും ഈം എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് അർത്ഥമാണ്. അപ്പോൾ അതുപോലെയുള്ള കുറച്ച് കറക്ഷൻസ് പറയേണ്ടി വന്നു. അപ്പോൾ നമ്മൾ നിർബന്ധം സംഗീതത്തിനേക്കാൾ ഉപരി നമ്മൾ സ്ട്രെസ് കൊടുക്കുന്ന ഈ അക്ഷര ശുദ്ധിക്കാണ്, സംസ്കൃതത്തിനാണെന്ന് പറഞ്ഞു. ആ ചെറിയ കറക്ഷൻസ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. വളരെ ഭംഗിയായിട്ട് നമ്മൾ വിചാരിച്ചേക്കാൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു നന്നായി പാടുമെന്ന്. അപ്പോൾ അതിന് ആ പ്രതീക്ഷയേക്കാൾ ഗംഭീരമായിട്ട് തന്നെ അർത്ഥ വ്യക്തതയോടുകൂടി ഭാവനിർഭരമായിട്ട് തന്നെ പാടി. എല്ലാവർക്കും നമസ്കാരം. ഘളൂരിക അഷ്ടകം പ്രകാശനം ചെയ്തിരിക്കുന്ന ഈ വേളയിൽ എല്ലാവരും നമ്മുടെ കളരി ഗ്രൂപ്പിലെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെല്ലാവരും ഈ ഭക്തിഗീതം ആസ്വദിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഭക്തി തലത്തിലേക്ക് എല്ലാവരും എത്തിപ്പെട്ടിട്ടുണ്ടാവും എന്നത് നിസ്സംശയം പറയാവുന്നൊരു കാര്യമാണ്.
ഘളൂരിക അഷ്ടകം യാദൃശ്ചികമായിട്ടാണ് എൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നത്. നമ്മളുടെ ഈ പണിക്കർ സമുദായത്തിൽ തന്നെ ഞാൻ ഈ സംഗീത രംഗത്ത് വന്നിട്ട് 20 വർഷത്തിന് മേലെയായിട്ടുണ്ട്. അപ്പോൾ കൈരളി ടി വിയിലും ഗന്ധർവ സംഗീതം അതുപോലെ ഏഷ്യാനെറ്റിൻ്റെ കോമ്പറ്റീഷൻസിൽ വിജയിച്ച അന്ന് തൊട്ട് ശ്രീ വിദ്യാധരൻ മാസ്റ്ററുടെ ഒരു ശിഷ്യത്വത്തിലാണ് മാഷിൻ്റെ ഒരു നേതൃത്വത്തിലുള്ള പരിപാടികളിലൂടെ ആദ്യമായിട്ട് ഒരു കളരി കുടുംബത്തിന് വേണ്ടി എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ആവണങ്ങാട് കളരിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്ന് മുതലേ ഈ പണിക്കർ സമുദായത്തിലെ എന്തുകൊണ്ട് ഇങ്ങനെ കലാപരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് വന്നിട്ടില്ല എന്ന് ഞാൻ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. സാഹിത്യം, സംഗീതം, ആധ്യാത്മികത ഇത് മൂന്നും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുള്ള ഒരു സമുദായമാണ് കളരി പണിക്കർ സമുദായം. അതിൽ നിന്നും ഇന്നത്തെ ഈ ഓൺലൈൻ സാങ്കേതിക വിദ്യയുടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ട് ഇപ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംരംഭം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടായതിന് തന്നെ നമ്മളുടെ കളരി കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും കളരി പരദേവതകളോടും ഒരുപാട് പ്രാർത്ഥനയും നന്ദിയും ആദ്യം തന്നെ പറയുകയാണ്. ശ്രീ രവീന്ദ്രൻ അവരുടെ എഴുത്ത് അല്ലെങ്കിൽ അവർ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആ ഗീതം സുനിൽ വഴിയാണ് എനിക്ക് എന്നിലേക്ക് എത്തിച്ചേർന്നത്. ഇതിനു മുൻപ് ഒരുപാട് സംഗീത സൃഷ്ടികൾ എന്നിൽ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ കളരി കുടുംബത്തിന് വേണ്ടിയിട്ട് ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. അവണങ്ങാട് വേണുചേട്ടനുള്ള സമയത്ത് മുതൽക്ക് ഭക്തിഗാനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ച് വന്നിട്ടുള്ളതാണ്, കളരികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് മുതലേ പരിഷത്തിൻ്റേതാണെങ്കിലും അല്ലെങ്കിൽ കളരി കൂട്ടായ്മ കളരി.com എന്ന് പറയുന്ന ആ പ്രോഗ്രാം മുതൽക്ക് നമ്മൾ ഈ കളരി പാട്ടിൻ്റെ സംഗീതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. സംഗീത സൃഷ്ടി ഇതാദ്യമാണ് കളരി സമുദായത്തിന് വേണ്ടിയിട്ട്. മറ്റുള്ള ഗാനങ്ങൾ എഴുതുകയും ഈണം നൽകുകയും പാടുകയും റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കളരി പരമ്പര ദേവിയെക്കുറിച്ചിട്ട് എഴുതുന്ന ആ നിർവൃതി തരുന്നൊരു സമയം അല്ലെങ്കിൽ ആ ദേവിയെക്കുറിച്ച് സംഗീതം ചെയ്യുന്ന ആ വേള എന്ന് പറയുന്നതും ശരിക്കും ഒരു അനുഭൂതി ഉണ്ടാക്കുന്നൊരു വേളയാണ്. അതെങ്ങനെയോ നമുക്കൊരു ജന്മനിയോഗം ഉണ്ടാവും നമ്മളിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത്. ആരോ എവിടെയോ ഇരുന്നെഴുതി ആരുടെയൊക്കെയോ കാതുകളിലൂടെ എൻ്റെ പേര് എത്തി, അതെൻ്റെ കൈകളിലേക്ക് അത് എത്തിച്ചേരുകയാണ്. അത് എന്തൊരു അത്ഭുതമാണെന്ന് എനിക്ക് അറിയണില്ല. ഇത്രയും അധികം കുടുംബാംഗങ്ങളുള്ള കളരിയിൽ ഞാൻ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത രവിയേട്ടൻ, അതുപോലെ ഞാൻ ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കാത്ത സുനിലിൻ്റെ അടുത്തൊന്നും ഞാൻ അങ്ങനെ നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഹസ്ബൻഡ് വഴിയാണ് കമ്മ്യൂണിക്കേഷനൊക്കെ നടത്താറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ എവിടെയൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്, ഓൺലൈൻ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഒരു നിവേദ്യമാണ് ഈ ഘളൂരിക അഷ്ടകം. ഇതിന് സംഗീതം കൊടുക്കണം എന്നല്ല സുനിൽ എൻ്റെ അടുത്ത് പറഞ്ഞത്. സുനിൽ പറഞ്ഞു ഇങ്ങനൊരു അഷ്ടകം രചിക്കപ്പെട്ടിട്ടുണ്ട്, രചിച്ചിട്ടുള്ള ആളെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ കണ്ട മാത്രയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ സംഗീതം, ഒരുപാട് പാട്ടുകൾക്ക് സംഗീതം കൊടുത്തിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ചില പാട്ടുകളൊക്കെ സംഗീതം കൊടുക്കുന്ന സമയത്ത് ഞാൻ തന്നെ വരികൾ തിരുത്തിയിട്ട് മീറ്ററിലാക്കി മാറ്റിയിട്ടുണ്ട്. അത് സംസ്കൃതമാണെങ്കിലും തമിഴാണെങ്കിലും മലയാളമാണെങ്കിലും എൻ്റെ അറിവിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉപയോഗിച്ചിട്ട് ഞാനത് ലിമിറ്റേഷൻസ് മാത്രമല്ല സാധ്യതകൾ ഉപയോഗിച്ചിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുനിൽ പറഞ്ഞത് ഇതിനെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ് സുനിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു താളം, അതിൽ ആ സാഹിത്യത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു സംഗീതത്തിൻ്റെ എന്തോ ഒരു സംഗീതത്തിൻ്റെ അധിനിവേശം ആ സാഹിത്യത്തിലുണ്ടായിരുന്നു. പോരാത്തതിന് ഒരു ആധ്യാത്മികതയും ആ വരികളിലുണ്ടായിരുന്നു. ഒന്നും ചെയ്യാനില്ല, എനിക്കത് കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു 3-4-6-8 താളം, നമ്മളെ സംഗീതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 6-8 താളം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ കുറേ നേരം ഒരു 2-3 തവണ ആ പദങ്ങളെല്ലാം വായിച്ചെടുത്തു. പിന്നെ ഇതിന് മുൻപ് സംസ്കൃത ശ്ലോകങ്ങളും ഇതൊക്കെ ചൊല്ലിയതുകൊണ്ട് ഇതിൻ്റെ ഏകദേശം, പിന്നെ എൻ്റെ കുടുംബപരമായിട്ട് തന്നെ സംസ്കൃതം, പിന്നെ ബ്രദറാണെങ്കിലും ഞാൻ മാരീഡ് ചെയ്ത കുടുംബത്തിലാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും സംസ്കൃതം നന്നായിട്ട് ഉപയോഗിക്കുന്നവരായതുകൊണ്ട് സംസ്കൃതം പുസ്തകങ്ങൾ വായിച്ചിട്ടും സംസ്കൃതം ശ്ലോകങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുമുള്ള ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഞാനത് വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ഈണം തോന്നി. അപ്പോൾ തന്നെ ഞാനത് റഫായിട്ട് റെക്കോർഡ് ചെയ്തു, ഫോണിൽ ജസ്റ്റ് റഫായിട്ട് റെക്കോർഡ് ചെയ്തിട്ട്
ഇതിന് ബന്ധപ്പെട്ട ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സുനിലിൻ്റെ കൈകളിലേക്ക് അത് കൊടുത്തു. അങ്ങനെ ഈ അഷ്ടകം ഒരു സംഗീത രൂപത്തിലാക്കി മാറ്റാനായിട്ട് എനിക്ക് അന്ന് സാധിച്ചു. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ വീട്ടിലിരുന്ന് പാടുന്നതാണ്, നമ്മൾ പറഞ്ഞ ഈ കർത്താവിനെ കണ്ടിട്ടില്ല. അപ്പോൾ തന്നെ നമുക്കറിയാം പദങ്ങളുടെയും പ്രയോഗങ്ങളുടെയും എന്തായാലും അതിന് കറക്ഷൻസും സജഷൻസൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷേ എന്നെ ഏൽപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു അഷ്ടകം കേൾവി സുഖത്തിലാക്കി തരണം. അതിന് വേണ്ടിയിട്ടാണ് അത് സംഗീതം അറിയുന്ന ഒരാളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. ശ്ലോകരൂപത്തിൽ പാരായണം ചെയ്യാനാണെങ്കിൽ അത് എഴുതിയ ഗീതകർത്താവിന് തന്നെ അത് ശ്ലോകത്തിൻ്റെ രൂപത്തിൽ ചൊല്ലാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിലേക്ക് സംഗീതം ചേർക്കുക എന്ന് പറയുമ്പോൾ എഴുതിയ ആളുടെ മനസ്സിൽ എന്ത് കൺസെപ്റ്റാണോ ഉണ്ടായിരുന്നത് ആ കൺസെപ്റ്റ് അതുപോലെ നിൽക്കണം. അത് എഴുതാൻ ഏൽപ്പിച്ച ആധ്യാത്മിക ഗ്രൂപ്പിൻ്റെ അഡ്മിൻസ് ആരാണ്, അവരുടെ മനസ്സിലൊരു രൂപരേഖ ഉണ്ടാവും. ഇതിൻ്റെ സംഗീതപരമായിട്ട് ഇത് കേൾക്കാൻ എങ്ങനെ ഉണ്ടായിരിക്കണമെന്ന്. ഇതിന് അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവരുടെയും മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ കഴിയണം. ഇത്തരം ചിന്തകളൊന്നും കൂടാതെ തന്നെയാണ് ആദ്യം ഞാനൊരു പ്രിലിമിനറി ട്യൂണ് ഞാൻ അയച്ചു തന്നത്. അതിന് അപ്പോൾ തന്നെ അപ്രൂവൽ കിട്ടി എന്നുള്ളതാണ് സന്തോഷം വരുന്നൊരു കാര്യം. അപ്പോൾ അതിൽ നിന്ന് സജഷൻസ് ഈ പറഞ്ഞതുപോലെ നമുക്ക് മാറ്റാവുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ്. അത് ഞാൻ അപ്പോൾ തന്നെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഗീതം കൊടുക്കുക എന്നുള്ള ആ ഒരു വലിയ സംരംഭം അല്ലെങ്കിൽ വലിയൊരു നിയോഗം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ദേവി എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഒട്ടും ആലോചിക്കാതെ ഇതിന് എന്ത് രാഗം വേണം, എന്ത് താളം വേണം, ഇത് എവിടെ മുറിക്കണം, എത്ര മീറ്ററിൽ അല്ലെങ്കിൽ എത്ര വരികളുടെ ഇടയിൽ ഗ്യാപ്പ് കൊടുക്കണം, ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അധികം ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. മുമ്പും പല പാട്ടുകളും കമ്പോസ് ചെയ്യുന്ന സമയത്ത് 2-3 ആഴ്ചകൾ എടുത്തിട്ട് ചിലപ്പോൾ ട്യൂണ് മനസ്സിലേക്ക് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. എനിക്ക് ആ നിമിഷങ്ങൾ കൊണ്ടാണ് അത് എഴുത്തിലുള്ള ഒരു താളം, എഴുത്തിൻ്റെ താളം, നമ്മുടെ മനസ്സിലുള്ള ആധ്യാത്മികത, ഒരു സ്പിരിച്വൽ ലെവല്, നമ്മളെ സംഗീതത്തിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ തോന്നുന്ന ആ ഒരു ശക്തി, അതൊക്കെയാണ് ആ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇതിനെ എല്ലാ കുടുംബാംഗങ്ങൾക്കും കേൾവി സുഖത്തിനായിട്ടുള്ള ഒരു ഗീതം ആക്കിയിട്ട് മാറ്റിയത്. അതിൽ ദേവിയുടെ ഒരു അനുഗ്രഹം, ദേവിയുടെ ഒരു നിറകിൽ കൈവച്ചിട്ട് ഇത് ചെയ്തോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഇത് പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരൊറ്റ ഇരിപ്പിലിരുന്നിട്ട് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു മെസ്സേജ് കാണുന്നത്. അപ്പോൾ ആ വായിച്ചു, 2-3 പ്രാവശ്യം വായിച്ചു. ആ ഇരിപ്പിലിരുന്ന് അപ്പോൾ തന്നെ ഫോൺ എടുത്തു, റെക്കോർഡ് ചെയ്തു, ഇതൊന്ന് അയച്ചു കൊടുക്കും. ഇതിൻ്റെ ട്യൂണിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി, വേറെ കറക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കോർഡിങ്ങിൽ ചെയ്യാം. ഈ ട്യൂണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കിത് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ തന്നെ ഇതിൽ ഒട്ടും വൈകാതെ തന്നെ വേണ്ടപ്പെട്ടവരെ കേൾപ്പിച്ചു. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതെന്തായാലും ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെയാണ് പിന്നീട് ഇതിൻ്റെ റെക്കോർഡിങ്ങിലേക്ക് എത്തുന്നത്. റെക്കോർഡിങ് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഈ കോവിഡിൻ്റെ എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം നമുക്ക്. അപ്പം ഞാൻ പാലക്കാട് നിന്ന് തന്നെ വോയിസ് റെക്കോർഡ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും സാധാരണ നമ്മളൊരു സംസ്കൃതം അഷ്ടകം അല്ലെങ്കിൽ സംസ്കൃതം ശ്ലോകം ഒക്കെ നമ്മൾ പാടുമ്പോൾ ശരിക്കും എഴുതിയ ആൾ ഒപ്പം റെക്കോർഡിങ് കൺസോളിലിരിക്കും. എന്നിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പദം എവിടെയാണ് മുറിക്കേണ്ടത്, എങ്ങനെയാണ് അതൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ പാരമ്പര്യത്തിൻ്റെ ഒരു അനുഗ്രഹം, ഗുരുക്കന്മാരുടെയും കാരണവന്മാരുടെയൊക്കെ ഒരു അനുഗ്രഹം കൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യം കൂടാതെ തന്നെ വിചാരിച്ച രീതിയിൽ ആ റെക്കോർഡിങ് വളരെ സക്സസ്ഫുള്ളായിട്ട് നടന്നു. പാലക്കാട് തത്വ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. എൻ്റെ ഹസ്ബൻഡ് മുരളീധരൻ ഒപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു. പുള്ളിയും സംസ്കൃതം പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. സംഗീതപരമായ കാര്യങ്ങളിലേക്ക് ആരും ഇടപെട്ടിട്ടില്ല. അത് എൻ്റെ മാത്രം ലോകമാണ്. അവിടെ ഞാൻ മാത്രമേ കൈവച്ചിട്ടുള്ളൂ. അതിലാരെയും ഞാൻ ഇടപെട്ടിട്ടുമില്ല, ഇടപെടേണ്ടി വന്നിട്ടുമില്ല. പക്ഷേ സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ പദങ്ങളുടെ ഉച്ചാരണം ഒട്ടും അതിൻ്റെ ഭംഗി ചോരാതെ തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് തന്നെ അതങ്ങനെ തന്നെ വോയിസ് മാത്രം ശ്രുതി ഇട്ടിട്ട് റെക്കോർഡ് ചെയ്ത് സ്റ്റുഡിയോന്ന് മെയിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായത് തൃശ്ശൂരാണ്. തൃശ്ശൂർ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. ഇതിൽ ഈ വായിച്ചിട്ടുള്ള ആർട്ടിസ്റ്റിനെ ആരെയും ഞാൻ വായിക്കുന്ന സമയത്ത് നേരിട്ട് കണ്ടില്ല. ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് പരിചയമുള്ളവരാണ്. വായിച്ചിട്ടുള്ളവരെല്ലാം എൻ്റെ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ഒന്നിച്ച് പാട്ട് പഠിക്കാൻ പോയിരുന്നതാണ്. ഇതിൽ ഫ്ലൂട്ട് വായിച്ചിട്ടുള്ള വിജീഷ്, നല്ലൊരു എന്താ പറയേണ്ടത്, പാട്ടുകാരൻ,
വായ്പാട്ടും ഓടക്കുഴലും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന നല്ലൊരു കലാകാരനാണ് ബിജീഷ്. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. കുത്തന്നൂർ മോഹനകൃഷ്ണൻ മാഷ് എൻ്റെ ഗുരു, ബിജീഷ് എൻ്റെ ഗുരുവാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പാട്ട് പഠിക്കാൻ പോയിരുന്നത്. അത് നോക്കൂ, ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അതാണ്. നമുക്കൊരു ഗുരുത്വപരമായിട്ട് നമുക്ക് അങ്ങനെ ഒന്നിച്ചൊരു കോയിൻസിഡൻസ് ആണത്. അതുപോലെ അതിൽ വീണ കൈകാര്യം ചെയ്തിരിക്കുന്നത് മുരളിയേട്ടനാണ്. മുരളിയേട്ടനും വളരെ ചെറുപ്പം തൊട്ടേ അറിയാവുന്ന എൻ്റെ അയൽവാസി കൂടിയായിട്ടുള്ള ഒരാളാണ് മുരളിയേട്ടൻ. റെക്കോർഡ് ചെയ്യപ്പെട്ട DG ട്രാക്ക് സ്റ്റുഡിയോ, അതിൽ സുന്ദറാണ് സൗണ്ട് എഞ്ചിനീയർ. സുന്ദറിനെ എനിക്ക് വളരെ കാലമായിട്ട് പരിചയമുണ്ട്. ഒരുപാട് പാട്ടുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കോയിൻസിഡൻസ് ആണ്. നമ്മൾ ഒട്ടും മനസ്സിൽ വിചാരിക്കാതെ ഇന്ന ആൾക്കാർ ചെയ്യാം എന്നുള്ളത്. അങ്ങനെ ഇവരൊക്കെ കൂടി അത് അവർ ഒരു രാഗം കേട്ട് കഴിഞ്ഞാൽ, ഇതിപ്പോൾ രാഗത്തിന് ഇതിൻ്റെ സംഗീതപരമായ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ 4 രാഗങ്ങളിലാണ് ഞാൻ ചിട്ടപ്പെടുത്തിയത്. സാധാരണ നമുക്കൊരു രാഗമാലിക തയ്യാറാക്കുമ്പോൾ കുറച്ചൊന്ന് ആലോചിക്കേണ്ടി വരും. കാരണം സംഗീതത്തിന് ചെറിയൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഹിത്യത്തിന് ദോഷം വരരുത്. രാഗങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ മൂഡ് മാറാൻ പാടില്ല. അതുപോലെ പാടുന്ന ആളെ പോലെ തന്നെ ഈസി ആയിരിക്കണം രാഗം ചേഞ്ച് ചെയ്യുമ്പോൾ. അത് വായിക്കാൻ മറ്റുള്ള ആർട്ടിസ്റ്റിനും അത് വായിക്കാൻ, അത് ഫോളോ ചെയ്യാൻ എളുപ്പമായിരിക്കണം. പിന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ പാടില്ല. കളൂരിക അഷ്ടകം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഒന്നാമത് സംസ്കൃതം, പോരാത്തതിന് സങ്കീർണമായ സംഗീതം കൂടി ആവുമ്പോൾ ആർക്ക് തിരിഞ്ഞു നോക്കാൻ ഒരു മടി കാണും അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കണം. അങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും കേട്ട മാത്രയിൽ തന്നെ സുപരിചിതമായിട്ടുള്ളൊരു രാഗമായിട്ടുള്ള ഹംസധ്വനി രാഗം വളരെ പ്ലീസിങ് ആയിട്ടുള്ളൊരു രാഗമാണ്. സാർവകാലിക രാഗം, ഔഡവ രാഗം, 5 സ്വരങ്ങൾ വരുന്നൊരു രാഗം. ഹംസധ്വനിയിൽ ആദ്യത്തെ 2 സ്റ്റാൻസാസ് ചിട്ടപ്പെടുത്തി. അതിനുശേഷം ഹംസധ്വനിയിൽ ശേഷം മധ്യമാവതി എന്ന് പറയുന്ന മംഗളദായക രാഗമാണ് മധ്യമാവതിയിലേക്ക് കിടന്ന, അതും ഔഡവ രാഗം തന്നെയാണ് ഞാനതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മധ്യമാവതിക്ക് ശേഷം ഹംസനാദം എന്ന് പറയുന്ന രാഗം. മധ്യമാവതി ഹംസനാദവും ഏകദേശം വായിച്ചു കഴിഞ്ഞാൽ ഒരുപോലെയാണ്, പാടുമ്പോൾ 2 എക്സ്ട്രീമിലാണ് കിടക്കുന്നത്. അതായത് ഒരേപോലെയുള്ള സ്വരങ്ങളാണ്, സ്വരസ്ഥാനങ്ങൾ വേറെയാണ്. അവസാനം കല്യാണ വസന്തം എന്ന് പറയുന്ന ഒരു രാഗം. അപ്പോൾ ഇങ്ങനെ 4 രാഗങ്ങൾ സെലക്ട് ചെയ്ത് ചിട്ടപ്പെടുത്തി പാടി. ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ വീണയാണെങ്കിലും ഫ്ലൂട്ടാണെങ്കിലും ഇടയ്ക്കാണെങ്കിലും അവർ ഞാൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് രവിയാണ് തോന്നുന്നു അല്ലേ? മിക്സിങ്ങിൻ്റെ കൂടെ പ്രോഗ്രാമിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് രവി വർമ്മ എനിക്കറിയാം. അപ്പോൾ പുള്ളിയാണ് ഇതിന് മിക്സിങ്ങിന് കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ ചുരുങ്ങിയ സമയം കൊണ്ട് ആണിത് ഡെവലപ്ഡായി വന്നിട്ടുള്ളത് പാട്ട്. കാരണം ഞാൻ വോയിസ് അയച്ചു കൊടുത്ത് അവർ റിലീസിങ് ഡേറ്റ് തീരുമാനിച്ചു. അതിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന മിക്സിങ്ങും പ്രോഗ്രാമിങ്ങും മാസ്റ്ററിങ്ങും ഒക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒരു നിസ്സാര കാര്യമല്ല. അപ്പോൾ എല്ലാം ഒരു കളരി പാരമ്പര്യങ്ങളുടെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ കേൾവി സുഖത്തിലേക്ക് ഒരു വലിയൊരു സംരംഭമായിട്ട് തന്നെ അത് പ്രകാശനം ചെയ്യപ്പെട്ടു. അത് വലിയ വ്യക്തിത്വങ്ങൾ അത് കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കളരി കുടുംബങ്ങളിൽ എല്ലാവരും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് ഒരുപാട് പേര് എന്നെ അഭിനന്ദിച്ചുകൊണ്ടും ഈ പാട്ടിൻ്റെ രചനയിലും സംഗീതത്തിലും അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ പിറവിയിൽ ഒരുപാട് അഭിമാനപൂർവ്വമുള്ള ഒരുപാട് വാക്കുകൾ പറഞ്ഞിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സംരംഭം നമ്മളുടെ കുടുംബത്തിലെ ഇതാദ്യമാണ്. പണിക്കർ സമുദായത്തിൽ ഇതാദ്യമാണ് ഇത്തരത്തിലൊരു സംരംഭം. എൻ്റെ സംഗീതത്തിൻ്റെ മേഖലയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഒരു പരിചയം വെച്ചിട്ട് ഇത്തരത്തിൽ ഒരു സംരംഭം ഇതാദ്യമായിട്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൽബങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ, സംഗീത ആൽബങ്ങൾ പല കളരികളുടെയും. പാവണങ്ങാട് കളരി മാത്രമല്ല, വേറെ നമ്മളെ കോലഴിയിൽ ഒരു ഹേമേന്ദ്ര ഏട്ടനുണ്ടായിരുന്നു. അപ്പോൾ കോലഴി കളരി അതിലൊക്കെ ഞാൻ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കളരി കൂട്ടായ്മകൾ, സംഗീതം, ലൈവ് പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും എന്നെന്ന് നിലനിൽക്കുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ഇപ്പോൾ നമസ്തേസ്തു മഹാമായേ എന്ന് പറയുന്ന ആ മഹാദേവി അഷ്ടകം നമ്മൾ എത്ര ഭക്തിയോടു കൂടിയാണ് വായിക്കുന്നത് അല്ലേ? എത്ര പരമ്പരകളായിട്ട് അത് തലമുറകളായിട്ട് തുടർന്നു കൊണ്ടുപോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ കളൂരിക അഷ്ടകം ഇനി എത്ര തലമുറകൾ നിലനിൽക്കും നമുക്ക് പറയാൻ പറ്റില്ല അത്. അപ്പോൾ ആ രീതിയിലേക്കുള്ള അത്രയും ഒരു സ്പിരിച്വൽ ലെവലിലേക്കാണ് ഇന്ന് ഈ കളൂരിക അഷ്ടകം എത്തി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇത്രയും രാഗങ്ങളൊക്കെ കമ്പോസ് ചെയ്തിട്ട് ഈ അഷ്ടകം തയ്യാറാക്കിയിട്ട് എൻ്റെ മനസ്സിൽ എന്താ ഉണ്ടാച്ചാൽ നമ്മളുടെ കളരിയിൽ എല്ലാവർക്കും ഉള്ളിലൊരു സംഗീതമുണ്ട്.
എല്ലാ ആൾക്കാർക്കും അത് വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ഉള്ളിലൊരു സംഗീതമുള്ള അങ്ങനെ ഒരു അനുഗ്രഹമുണ്ട് നമ്മുടെ കളരിയിൽ എല്ലാവർക്കും. അപ്പോൾ ഏത് കുട്ടികളും നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ അത് ഏറ്റുപാടാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള സംഗീതം ഉയരുകയാണ് ചെയ്യുന്നത്. ആ സംഗീതത്തിൻ്റെ നിലവാരം ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പല രാഗങ്ങൾ എന്നുള്ള ആ ഒരു ടെൻഷനോടുകൂടി അതിനെ കാണരുത്. ഒരു നല്ല പാട്ട്, രാഗങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, ആ രാഗം ചേഞ്ച് അറിയാത്ത രീതിയിലാണ് രാഗങ്ങൾ സെലക്ട് ചെയ്തത്. പക്ഷേ കുട്ടികളത് ഏറ്റുപാടുമ്പോൾ അവരുടെ ഉള്ളിലുള്ള സംഗീത വാസന പുറത്തേക്ക് വരും. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും സംഗീതം ഉള്ളിലുള്ളവർ, എല്ലാവരും ഉള്ളിലുള്ളവർ തന്നെയാണ്. സംഗീതം ഉള്ളിൽ ഉറങ്ങുന്ന ആൾ ആ ഉറങ്ങിക്കിടക്കുന്ന സംഗീതം പുറത്തു കൊണ്ടുവരാൻ ഇത്തരത്തിൽ നല്ല സംഗീതം കേൾക്കുമ്പോൾ മാത്രമേ സാധിക്കൂ. കേൾവിയിലൂടെ മാത്രമേ ജ്ഞാനം ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ചും സംഗീതത്തിന് സുകുമാരകലകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതുകൊണ്ട് തന്നെ കേൾവിജ്ഞാനമാണ് ഏറ്റവും കൂടുതൽ സംഗീതത്തിന് ആവശ്യം. അപ്പോൾ കേൾവിക്ക് സുഖം എന്ന് പറയുന്ന രീതിയിൽ സംഗീതമാക്കി പിന്നീടാണ് അതിനെ ശ്ലോകത്തിൻ്റെ ഒരു വേർഷനിലേക്ക് വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു അഷ്ടകം രചിക്കുമ്പോൾ ഇപ്പോൾ നമസ്തേസ്തു മഹാമായ തന്നെ എത്രയോ മഹാന്മാരായിട്ടുള്ള സംഗീതജ്ഞന്മാർ അതിനെ ആൽബത്തിൻ്റെ രീതിയിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സന്ധ്യാനേരത്ത് പുസ്തകം തുറന്നു വെച്ച് പാരായണം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംഗീതമാണ് അല്ലേ. അതിനെ ഒരു രാഗത്തിൻ്റെ പേരിലോ ശ്രുതിയുടെ പേരിലോ താളത്തിൻ്റെ പേരിലോ അതിനെ നമ്മൾ പാരായണം ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ പെട്ടെന്ന് നമസ്തേസ്തു മഹാമായ ശ്രീപീഠേ സുരപൂജിത എന്ന് പറയുന്ന ആ സംസാര രൂപത്തിലാണ് നമ്മളത് മന്ത്ര ഉച്ചാരണ രീതിയിലാണ് നമ്മളത് ചെല്ലുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ശ്ലോക വേർഷനിലേക്ക് പോകാൻ എല്ലാവർക്കും സാധിക്കും. നമുക്ക് ഉച്ചാരണം പിന്നീട് കുട്ടികൾക്കും കൂടെ ഏറ്റുപാടുന്ന രീതിയിൽ വളരെ കുറച്ചുകൂടെ നമ്മൾ അധികം വേരിയേഷൻസ്, അതായത് ഹൈ നോട്ട്സും അതുപോലെ ഭൃഗാസും ഗമകംസും പ്ലാൻസും ഒന്നും ഇല്ലാതെ വേരിയേഷൻസ് ഇല്ലാത്ത രീതിയിൽ ഒരു പാട്ട് ഒരു ശ്ലോകം വേർഷനാക്കിയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി അതും നമ്മൾ സ്പന്ദനത്തിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും എല്ലാവരുടെയും കൈകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവും. ഇത്തരത്തിലൊക്കെയാണ് അതിൻ്റെ സംഗീതത്തിൻ്റെ ഒരു പിറവിയെക്കുറിച്ചിട്ടും ഖളൂരികാഷ്ടകത്തിൻ്റെ സംഗീതപരമായിട്ടുള്ളൊരു ഭാഗത്തെക്കുറിച്ചിട്ടും സംസാരിക്കാനുള്ളത്. താങ്ക് യു. അതുപോലെ വേറൊരു കാര്യം ഞാനിതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയതാണ് നമ്മളുടെ ശുഭാസനെ വരാസനെ തമ്മിലുള്ള ആ ഇൻ്റർചേഞ്ച്. രണ്ടും നല്ല പദങ്ങൾ തന്നെയാണെങ്കിലും കൂറ്റനാട് കുട്ടേട്ടൻ്റെ നിർദ്ദേശപ്രകാരം വരാസനെ, അതും ഞാൻ പറഞ്ഞില്ലേ ഓൺലൈൻ സാധ്യത ഭേദപ്പെടുത്തിയിട്ട് വരാസനെ മാത്രം പാടി മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു, അത് എഡിറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ നമ്മളുടെ ഈ പരിമിതി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഈ ഒരു ആൽബം നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും. അപ്പോൾ എനിവേ ഈ ഖളൂരിക അഷ്ടകം ഇതിൻ്റെ എല്ലാ രീതിയിലും അത് നെഞ്ചേറ്റി കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ കളരി പണിക്കർ കുടുംബാംഗങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദി. ഇനിയും തലമുറകളോളം ഈ അഷ്ടകം എന്നും എല്ലാവരുടെയും നാവിലും മനസ്സിലും നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ സഹപ്രവർത്തകരിലേക്ക് താങ്ക് യു. പലപ്പോഴും നമ്മുടെ പല കളരികളും ഉണ്ടല്ലോ. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ മൂന്നേടിൻ്റെ ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 400 ചില്ലാൻ കളരികളുണ്ട്. അപ്പോൾ അവിടെ പല അക്ഷരക്കളരിയായാലും ആയോധന കളരിയായാലും പിന്നെ പല കാര്യങ്ങളും അവിടെ അഭ്യസിപ്പിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം എന്ന് മനസ്സിലായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മുന്നേ ഉള്ള നമ്മുടെ കാരണന്മാരുടെയും ഗുരുക്കന്മാരുടെയൊക്കെ ആ ഒരു ബേസ് എന്താണെന്ന് നമുക്ക് ശരിക്കും വ്യക്തമാകും. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു 68 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു ദേവിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ചൈതന്യം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉപാസനയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാർത്ഥനാ ലെവലിലേക്കോ അത് ദൈവികത എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം കാലങ്ങളിൽ നമുക്ക് എത്രയും അറിയില്ലെങ്കിൽ പോലും അത് മനസ്സിലാക്കിയത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ പലപ്പോഴും ഞാനിപ്പോൾ ഈ സംഗീതപരമായിട്ടൊന്നും ഞാനത് പാട്ടുകൾ കേൾക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാനുള്ള ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നവരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷേ ദേവീനെ ഉപാസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പവർ, അപ്പോൾ എന്നിൽ എന്ത് കഴിവുണ്ട്. അപ്പോൾ ഞാനൊരു പലപ്പോഴും ഇപ്പോൾ രുചിയായാലും അല്ലെങ്കിൽ രവിയേട്ടനായാലും എന്നെ എത്ര പരിചയപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇതൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള കോയിൻസിഡൻസിൽ വന്നിട്ടുള്ള പരിചയപ്പെടലാണ് ഇതൊക്കെ നമ്മളിലുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മാറ്റങ്ങളുടെ
ആരംഭം എന്ന് പറയുന്ന അമ്മ തന്നെയാണ് പൂർണ്ണമായിട്ടും. അപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ എവിടെയും ഇല്ലാത്ത ഒരു എനർജി മരത്താക്കര രൂപപ്പെട്ടു. അത് എന്തോ എൻ്റെ കഴിവല്ല, അവിടെ ഇരിക്കുന്ന ദേവിയെ ഉപാസിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു എനർജി ആയിരിക്കാം. പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ പല പ്രതിസന്ധികളും നമ്മളെ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും ഒരു തരത്തിലും പിടികൊടുക്കാതെ അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് നമ്മളുടെ ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണം എന്നോണം അത് കടന്ന് ചിലപ്പോൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ വളരെ അതിശയത്തോടു കൂടി നോക്കിയവരുണ്ട് എന്താണിത് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലെവല് കടന്നപ്പോൾ പലപ്പോഴും എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ദേവിയുടെ മുന്നിൽ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ നമ്മളിലേക്ക് ഈ പറയുന്ന അറിവുകളൊക്കെ നമുക്ക് പകർന്നു കിട്ടുമായിരുന്നു. അങ്ങനെയാണ് ഈ അഷ്ടകത്തിൻ്റെ രൂപം ഞാൻ സംസാരിക്കുന്നതും ചേട്ടനോടൊരു വലിയൊരു ബൃഹത്തായിട്ടൊരു പ്രോജക്റ്റിനെ പറ്റി ചേട്ടനോട് ഇങ്ങനെ സൂചന കൊടുത്തു. ഒന്ന് കളരിയെ ഒന്ന് ഇളക്കി മറിക്കണം എന്നുവെച്ചാൽ ഈ ഒരു ആരാധന നമ്മുടെ ഈ ആൾക്കാരിൽ വളരെ അപൂർവമാണ്. എല്ലാവരും ആ ഒരു ലെവലിലൊക്കെ കടന്നു പോകുന്നുണ്ട്, ഉപാസന ലെവലിലൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും അവരുടെ ആ ഒരു വ്യക്തി ലെവലിലേക്കാണ് അതിനെ കണക്ട് ചെയ്യുന്നത്. അതിന് വിട്ട് നമ്മളൊരു ദേവതാ ലെവലിലേക്ക് തന്നെ മാറുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഞാനെന്നുള്ള ആ കൺസെപ്റ്റ് അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ എന്താണ്, നമ്മളെല്ലാവരിലേക്കും ചേർന്ന് നമ്മൾ കണക്റ്റ് ആകും, എല്ലാവരിലേക്കും അത് സ്പ്രെഡാവും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് ഇതിന് മുന്നൊരു കലാപരമായിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു, സാമജപരഗമനം എന്നുള്ളത്. അത് പാലക്കയിലുള്ള മാധവൻ നമ്പൂതിരിയാണ് പേര് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് ദേവീമയമാണ്, അപ്പോൾ അതിനൊരു പേര് വേണം, നീലത്താമര. അപ്പോൾ അതിൻ്റെ കളറാണ് ഞാൻ എൻ്റെ മനസ്സിൽ, അപ്പോൾ ദേവിയുടെ അർച്ചിക്കുന്നത് താമരയാണല്ലോ, അപ്പോൾ അദ്ദേഹം എടുത്ത വഴിക്ക് പറഞ്ഞത് സാമജവരഗമനം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പേരിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാം എന്താണോ ഇച്ഛ വരുന്നത് അതിനനുസരിച്ച് ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നു പോവുമായിരുന്നു ശരിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആധ്യാത്മികത ഉയർന്നപ്പോൾ സംഗീതം വന്നു, അപ്പുറത്ത് നമ്മൾക്ക് സാംസ്കാരികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉയർന്നു. അതിലുപരി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി കളരി വനിത എന്നുള്ള കൺസെപ്റ്റ് ഉയർന്നു. ഇതൊക്കെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. അങ്ങനെയാണ് ഈ അഷ്ടകത്തിലേക്കും ഏട്ടൻ്റെ ആ കോയിൻസിഡൻസാണ് ഞാൻ പറയുന്നത്. ഏട്ടനിലേക്ക് എനിക്ക് ആ കഴിവിലില്ല. അപ്പോൾ ഒരു സമ്മേളനമാണ് അത് ശരിക്കും പറയുന്ന. ഇപ്പോൾ ഗായിക തലത്തിൽ പാട്ടിൻ്റെ രൂപത്തിലും ഇതിൻ്റെ വരികളുടെ രൂപത്തിലും രചന രൂപത്തിലൊക്കെ ആരാണിത് ചിലപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ചിലപ്പോൾ ഞാനാണ് മുന്നിട്ടിറങ്ങിയതുകൊണ്ട് ഇതെല്ലാം എന്നിലേക്ക് സമ്മേളിക്കായിരുന്നു എന്ന് ഞാൻ ദേവിയുടെ ആ നാമത്തിൽ ഞാൻ പറയുകയാണ്. അത് ശരിക്ക് എന്താ പറയുക, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അതങ്ങോട്ട് നടത്തി കിട്ടി എന്നുള്ളതാണ്. ആ ഒരു അനുഭവമാണ് എനിക്കിതിൽ ഏറ്റവും മികച്ചതായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ചേച്ചി പറഞ്ഞു വെച്ച ആ എനർജി ഉണ്ടല്ലോ, കറക്റ്റായിട്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് നടക്കുമ്പോൾ തന്നെ അറിയാം ഇത് പോണത് പിടിക്കുക എന്നുള്ളത്. ആ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ഇത്രയും വലിയ വൈഡ് നെറ്റ്വർക്കിൽ ആ സ്റ്റേജിന് മുന്നിൽ ഇരുന്നിട്ട് ഇത്രയും വലിയൊരു വൈഡ് പബ്ലിസിറ്റിയിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എവിടെയൊക്കെയോ നമ്മുടെ ഗുരുകാരണന്മാർ ചെയ്തു വെച്ചിട്ടുള്ള ആ എന്താ പറയുക ദേവി ചൈതന്യമുണ്ടല്ലോ, പലപ്പോഴും ഞാൻ പറഞ്ഞു 68 വർഷമായിട്ട് ഇരിക്കുന്നത് തിരിച്ചറിയാൻ നമുക്ക് ഇത്രയും കൊല്ലങ്ങളെടുത്തു. അപ്പോൾ ആ വ്യക്തിത്വം ചെയ്തു വന്നിരുന്ന കർമ്മങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ബേസാണല്ലോ ഇതൊക്കെ. അത് ചെയ്തപ്പോൾ ഇത്രയും മാറ്റങ്ങൾ നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിച്ചാൽ, ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തിയും ഇതേ രൂപത്തിൽ ദേവിയെ ഉപാസിച്ചാൽ എത്ര മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് പോലും നമ്മുടെ സമുദായത്തെ അല്ലെങ്കിൽ നമ്മുടെ കളരികളെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ നമ്മൾ ഉയരുന്നതിനനുസരിച്ച് നമ്മുടെ സമൂഹവും ഉദ്ധരിക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമാണ്. അപ്പോൾ ഇതിലൊരു കാര്യം കൂടി ഞാനിത് പറയാം. ഇതിൻ്റെ ആരംഭം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ചേച്ചിയുടെ 3 മക്കളും കൂടിയിട്ട് തൊഴാൻ പോയി. ഞാൻ അടുത്തൊരു ശ്രീവർ ഹോട്ടൽസിലാണ് റൂം എടുത്തത്. എൻ്റെ ഒരു കസ്റ്റമറും കൂടിയാണ് അദ്ദേഹം. റൂം എടുത്തു. അപ്പോൾ ഞാൻ സാധാരണ വേഷ്ടിയൊന്നും ഇടാറില്ല, ഞാൻ മുണ്ടെടുത്ത് പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ പിള്ളേർ പറഞ്ഞു വേഷ്ടി എടുക്കണം മാമ, അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചെന്ന്
വെഷ്ടിയൊക്കെ എടുത്ത് ഉള്ളിൽ കടന്നു. തൊഴുത്ത് പുറത്ത് വന്നപ്പോൾ പിള്ളേർ പറഞ്ഞു മാമ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് ശരി എടുത്തോളൂ എന്ന് പറഞ്ഞു. ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഫോട്ടോ എടുത്തിട്ട് ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഞാനും ചേച്ചിയും കൂടി നിൽക്കുന്നത് പോസ്റ്റ് ചെയ്തു. അന്ന് എൻ്റെ ഗ്രൂപ്പിൽ ഫേസ്ബുക്കിൽ ആകെ ഒരു 900 പേരാണ് ഗ്രൂപ്പിലുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് നോക്കിയപ്പോൾ 1900 സംതിങ് ഫ്രണ്ട് റിക്വസ്റ്റ് വന്ന് കിടക്കുകയാണ്. 2000 ഫ്രണ്ട് റിക്വസ്റ്റ് വന്ന് കിടക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വരേണ്ട ഒരു ആവശ്യമേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഞാൻ എന്തോ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എല്ലാ ആധ്യാത്മികമായിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും സമ്മേളിച്ചിരിക്കുന്നത്. എല്ലാവരും അയ്യപ്പ ഭക്തന്മാർ അല്ലെങ്കിൽ ഗുരുവായൂരം ഭക്തന്മാർ, ഇങ്ങനെ 1000-2000 ഫ്രണ്ട് റിക്വസ്റ്റ് വന്ന് കിടക്കുകയാണ്. അതിലൊരു വ്യക്തി എന്നെ വിളിക്കുകയാണ്, ഒരു മാഷാണ് വിളിച്ചത്. അദ്ദേഹം ഈ ഭഗവത്ഗീതയുടെ മരത്താക്കര കളരിയിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ. അപ്പോൾ ഇതിൽ ഒരു ഭഗവത്ഗീതയുടെ ക്ലാസ് നടത്താൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ 2 ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. ഒരു ആധ്യാത്മിക പാരായണ ഗ്രൂപ്പും ഒരു ഭഗവത്ഗീത ആചാര്യന്മാരെന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിലും ആഡ് ചെയ്തു. ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തപ്പോഴാണ് അതിൽ കൃഷ്ണാത്മാനന്ദ സരസ്വതിയും പൂർണ്ണാനന്ദ സ്വാമികളുടെ ഗ്രൂപ്പാണ് അത്. അങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടലും പിന്നീടുള്ള നമ്മുടെ ഇതുവരെയുള്ള മാറ്റങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങൾ. പല പാരായണങ്ങളും കുറേ കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ നടന്നു പോയല്ലോ. അപ്പോൾ അതൊരു ശരിക്കും ഒരു ദൈവനിശ്ചയമാണ് നമ്മളെ ഇതിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ചാൽ അതൊരു ഫേസ്ബുക്കിൻ്റെ ഒരു സിമ്പിളായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പക്ഷേ നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത് ഞാൻ ആ ഒരു ഭഗവാന്റെ ആ ഒരു പ്രസൻസ് നമുക്കതിൽ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അല്ല അതൊരു ഫേസ്ബുക്കായിട്ട് കണക്ട് ചെയ്തതല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഇത്തിരി മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൂർണ്ണമായിട്ടും ദേവി അനുഗ്രഹം തന്നെ ഈ ലെവലിലേക്ക് നമ്മളെ എത്തിച്ചത്. തടസ്സം നിന്നിട്ടില്ല എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള പ്രോത്സാഹനം. വലിയൊരു പ്രോത്സാഹനമാണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് കാരണം ഇതിനൊരിക്കലും അതിനൊരു തടസ്സമോ കാര്യങ്ങളോ. ഞാനിങ്ങനെ എനിക്ക് സംസ്കൃതത്തിൽ ഞാൻ പാണ്ഡിത്യ അറിവൊന്നുമല്ല ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനേതെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ളൊരു അക്ഷരമാല ക്രമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇനി അടുത്തൊരു പ്രോജക്റ്റ് അങ്ങനെ എഴുതാൻ പറ്റുമോ? അതെ അതെ അതെ, അതും കൂടി ആയിരുന്നെങ്കിൽ ഇത് കത്തി അങ്ങനെ പറയാം ജ്വലിച്ച് കൃത്യം ദ്വിതീയക്ഷരപ്രാസം എല്ലാ വരിയും രണ്ടാമത്തെ അക്ഷരം അല്ലെ എല്ലാവരും അങ്ങനെ ചില പ്രാസങ്ങൾ അല്ല എല്ലാ വരികളിലും ലാസ്റ്റ് എന്ന് പറയുന്നത് പ്രാസം വരാം. അക്ഷരങ്ങളുടെ ഒരു ഭാവന കൃത്യമായിട്ട് നമ്മൾ കൃത്യം ആ അക്ഷരം തന്നെ വരുത്തണം വെച്ചാൽ വലിയ വാക്ക് കണ്ടെത്തുമ്പോഴാണ് അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയും കൂടി അങ്ങനത്തെ ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു. ഇതിലുണ്ട് കേട്ടോ. ഇതില് എപ്പോഴും നമ്മൾ നിസ്സംശയം പറയാവുന്നൊരു കാര്യമാണ്, ഒരു പാട്ട് വായിക്കുമ്പോൾ മനസ്സിലൊരു താളം കിട്ടുക എന്നുള്ളത്. അത് എഴുത്തുകാരനെ സംബന്ധിച്ച് വലിയൊരു ക്രെഡിറ്റാണ്. അപ്പോൾ സംഗീതം കൊടുക്കുന്ന ആൾക്ക് അപ്പോൾ കുറേ പണി കുറഞ്ഞു കിട്ടും. ഇല്ലെങ്കിൽ രണ്ടുപേരും നമ്മുടെ ഡിസ്കഷനാണ്, ആ വാക്കിന് വരെ ഈ വാക്കിന് അല്ലെങ്കിൽ ഇവിടെ ഒരു ദീർഘം കൂട്ടിയാലോ, അങ്ങനെയൊക്കെ പല തവണ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്ത് എഴുതി തന്നോ അത് അങ്ങോട്ട് പാടിക്കൊടുക്കാൻ പറ്റി. അത് വലിയൊരു അതാണ് ഒരു കാരണം. പലപ്പോഴും നമ്മുടെ കളരികളിലൊക്കെ പോകുമ്പോഴേ നമ്മൾ പല ഗുരുവായൂരൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നൊരു ഭക്തി ഉണ്ടല്ലോ, ആ ഒരു സുഖം ഒരിക്കലും നമ്മുടെ കളരികളിൽ കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്തുകൊണ്ടും അറിയില്ല, അതല്ലെങ്കിൽ നമ്മുടെ കാരണന്മാർ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ കാണിച്ചു തരുന്നത് വെച്ചാൽ അത് കാലങ്ങളായി കിടക്കണത്. ഇന്നും നിലയോ നഷ്ടപ്പെട്ടതൊന്നല്ല, സത്യത്തിൽ വളരെ മുന്നേ നഷ്ടപ്പെട്ടിരിക്കണം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു മൂകതയാണ് എപ്പോഴും മിക്ക കളരികളിലും ഉള്ള അനുഭവം. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറത്താണ് കളരി. അവിടെ ഇപ്പോൾ ദേവിയുടെ പൂജ കഴിഞ്ഞിട്ട് ഞാൻ മരത്താക്കര കളരിയിൽ പോയിട്ട് അവിടുത്തെ അമ്പലമുണ്ട്, ക്ഷേത്ര കളരിയോട് ചേർന്നിട്ടുള്ള അമ്പലമുണ്ട്. അവിടെ 5 മണിക്ക് പോയിട്ട് ഏകദേശം ഒരു 6 മാസം ഞാൻ അവിടെ പോയി വിളക്ക് വെച്ച് എൻ്റെ രീതിയിലുള്ള ആരാധന ചെയ്തിട്ട് ഞാൻ അവിടെ പോരും വരും. അപ്പോൾ ഇവരാരും ഏറ്റിട്ടുണ്ടാവില്ല. ഏകദേശം ഒരു 6 മാസം ഞാനത് ചെയ്തു. അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു വലിയൊരു പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 10-21 കൊല്ലത്തെ
വേർപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ആണ് ഇങ്ങോട്ടുള്ള ഇതിലേക്ക് മടങ്ങുന്നത്, ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങുന്നത്. അതുവരെ വീട്ടിൽ ദേവിയുടെ വിഗ്രഹപ്രതിയുടെ ദാരുശില്പമാണ്. അപ്പോൾ അത് ഇരിക്കുന്നത് സാധാരണ ഒരു മച്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കൊരു ആർക്കും അത് അറിയില്ല അത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഭയത്തോടു കൂടി. അച്ഛൻ മരിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പൂജാക്രമങ്ങളൊന്നും ആരും ചെയ്തിട്ടില്ല. അപ്പോൾ അച്ഛമ്മയുടെ ആ റൂവ് വെച്ച് അച്ഛമ്മ എന്ത് ചെയ്യും, അതൊന്നും ചെയ്യണ്ട, അത് എന്താ പറയുക, അതത് വാവ് ദിവസമോ അങ്ങനെയൊക്കെ ഒരു ക്രമമുണ്ട്, അതിനനുസരിച്ച് തിരി കത്തിച്ച് ഇരുന്നാൽ മതി എന്ന് പറയും. പക്ഷേ പിന്നീടാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത്, കുറേ കാലം കഴിയുമ്പോൾ അതിനൊരു മാറ്റങ്ങൾ വരും, അപ്പോൾ അതിനൊരു നെഗറ്റിവിറ്റി ഫോം ചെയ്യും എന്നുള്ളത് പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പക്ഷേ അത് പിന്നീട് വലിയ വലിയ മാറ്റങ്ങൾക്കും വഴി തെളിയിച്ചു. പിന്നെ എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സുഹൃതമെന്ന് എനിക്ക് പറയുന്നത് ദേവിക്കായിട്ട് ക്ഷേത്രം നിർമ്മിച്ചു എന്നുള്ളതാണ്. ഏകദേശം ഒരു 4-4.5 മാസം കൊണ്ട് ആ ക്ഷേത്രം എനിക്ക് കയറ്റാൻ പറ്റും. ഒറ്റയ്ക്ക് നിന്ന് എൻ്റെ അനിയൻ്റെ സപ്പോർട്ട് കളരിയില്ല. എൻ്റെ ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഫസ്റ്റ് വീട്ടിലെ ക്ഷേത്രമാണ് അത്. അവിടെ നിന്നാണല്ലോ ഒരു ആരംഭം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് അതൊരു ക്ഷേത്രം നിർമ്മിക്കാൻ സാധിച്ചു എന്നുള്ളത്. നമ്മൾ ഈ കേരളത്തിലെ ഉള്ളിലുള്ള എല്ലാ കളരികളും എത്തിച്ചേർന്നു. അതെ എല്ലാവരും എത്തിച്ചേർന്നു. കുറേ ആൾക്കാർ ഇങ്ങനെ ലെഫ്റ്റായിട്ടൊക്കെ ഉണ്ട്. പിന്നെ കുറേ ആൾക്കാരെ വിളിക്കും. പിന്നെ ഈ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സസും കാര്യങ്ങളുള്ളത് കൊണ്ട് ചെറിയ കൺഫ്യൂഷൻസ് ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ജോയിൻ ചെയ്യാം എന്ന് പറയാറുണ്ട്. ഇതിനെ നിരന്തരം കോൺടാക്റ്റ് എല്ലാവരും എല്ലാ കളരിയായിട്ട് ഇപ്പോഴും നിലനിർത്തുന്നത്. അത് കാരണം എനിക്ക് അഷ്ടകം നമ്മളെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഓരോരുത്തരെ വിളിച്ച് പിന്നെ ഒരു ഏകദേശം 10-30 ആൾക്കാരോളം ഇതിൽ നമ്മുടെ പ്രൊമോഷന് വേണ്ടി തയ്യാറായി എന്നുള്ളതാണ്. ആദ്യം പാടൂർ കളരിയിലെ നന്ദേട്ടനാണ് സപ്പോർട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അത് സമർപ്പിച്ചതിന് ശേഷം നിരന്തരമായിട്ട് ആൾക്കാർ പോസ്റ്റിംഗ് തുടങ്ങി എന്നുള്ളതാണ്. അത് ഇന്നേ വരെ നമ്മുടെ കളരി കുടുംബങ്ങളിൽ ഈ സംഗതി കണ്ടിട്ടില്ല. അപ്പം അതിനൊരു വേറെ എന്തോ അറിയില്ല, ആ ഒരു എനർജി അവിടെ ഡെവലപ്പായി. ഇത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ശ്രദ്ധ ശരിക്കും നമ്മുടെ കളരി കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളത്. സ്പന്ദനം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ അല്ലേ, നമ്മുടെ തന്നെ ഒരു സ്പന്ദനമാണെന്ന് ആൾക്കാർ മനസ്സിലാക്കി എന്നുള്ളത്. അതെ അത് മനസ്സിലാക്കി എന്നുള്ളത്. അത് തന്നെയാണ് അതിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത്, അതിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ എല്ലാവരും അത് ഇരുകൈ നീട്ടി സ്വീകരിച്ചു. പിന്നെ ഏകദേശം 2 ദിവസം കൊണ്ട് 10,000-9,000 പേരോളം വ്യൂ ചെയ്തു. അതൊക്കെ എന്ന് പറയുന്നത് എല്ലാവരും. പിന്നെ ഒരു 10-80 കളരിയോളം അതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ സാധിച്ചു. രഞ്ജിത്തിനൊക്കെ അറിയാം അല്ലേ, വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോ കളരികളെയായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 10-80 വരം കളരികൾ. ചിലർ പറഞ്ഞു അയ്യോ അത് വേണ്ട, ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതാണ്. ആയിക്കോട്ടെ, അതിനെന്താ, അവിടെ ഒരു ദൈവിക ചൈതന്യം അവിടെ ഉണ്ടാവുമല്ലോ, അതാണല്ലോ നിങ്ങൾ അവിടെ വിളക്ക് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല, നിങ്ങൾ അയച്ചു തരും. അവർ അങ്ങനെയുള്ള കളരികൾ പോലും അതിൽ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ ഇതിലേക്ക് ഭാഗമാക്കി. ഇപ്പോൾ ചേച്ചി പാടി ആ ഒരു അഷ്ടകം കേൾക്കുമ്പോൾ അവർ ഒത്തിരി കളരി അങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ഒരു ആനന്ദം ഉണ്ടല്ലോ. ഓരോരുത്തർ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാണ്. ഈ ഏതാ വരി എനിക്ക് ഓർമ്മയില്ല, ആ വരി വന്നപ്പോൾ ഇവരെ കളരി കാണിക്കുകയാണ്. അത് ഫോട്ടോസ് എന്താ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചത്. അപ്പോൾ ഞാൻ പോകുന്നത് അവരുടെ മനസ്സിലേക്കാണ്. അപ്പോൾ അവർക്കുണ്ടായ ഫീൽ എന്താണെന്നുള്ളത് പറഞ്ഞപ്പോൾ എൻ്റെ പാലത്തുള്ളി കളരി കണ്ടപ്പോൾ ആ ഒരു അനുഭവമാണ് ഇതിൽ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര മികച്ചതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ 1-2 കളരികൾ മിസ്സിങ് ഉണ്ട്. എന്താ കാരണം വെച്ചാൽ രാത്രി 11:30-ക്കാണ് ഞാനത് സുദീപിൻ്റെ ഒപ്പം ഇരിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഐഡിയാസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നന്ദി പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ പടം കാണിക്കണം, കൃഷ്ണാത്മാനന്ദ സരസ്വതി, രഘുചേട്ടൻ മുതൽ തുടങ്ങിയിട്ടുള്ള നമ്മുടെ സാരഥികൾ മുഴുവൻ കാണിക്കണം. അപ്പോൾ ഇതിൽ ആരെയും വിട്ടുപോകുമെന്നുള്ള ഭയം അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിൽ ക്രമീകരിച്ച് സമചപരകണം അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഇതിൽ ലൈനിൽ വരുന്നുണ്ട്. അഡ്മിൻസിനെ മിസ്സാവാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ പേര് കാണിച്ചില്ലെങ്കിലും മെയിൻലി എല്ലാവരും അതിൽ ഉണ്ടായിരിക്കണം.
ഇൻക്ലൂഡിങ് കൈലാടി കളരി, നമ്മുടെ എന്താ പറയുക ഓമനക്കുട്ടേട്ടനടക്കം എല്ലാവരെയും ആളാണല്ലോ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ റോൾ അതിഗംഭീരമായിട്ട് ചെയ്തു പ്രകാശന സമയത്ത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. എല്ലാവരും നമുക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ അതിൽ 1-2 കളരികൾ മിസ്സായിട്ടുണ്ട്. അതിപ്പോൾ ഈ വരുന്ന ബുധനാഴ്ച ഒന്നും കൂടി ഞങ്ങൾ ഇരിക്കുന്നുണ്ട് ഫൈനലാക്കാൻ വേണ്ടിയിട്ട്. അതിലെല്ലാവരുടെയും ഇനിയിപ്പോൾ അതിൽ ഏകദേശം കളരികൾ പിന്നെ കുറച്ച് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ അനിതരായ കാരണം ഇവരിക്കൊക്കെ ശ്രദ്ധിക്കുന്ന കാരണം ഞാൻ ഏതൊക്കെ കളരി എന്ന് ശരിക്കും ഞാൻ കൊടുക്കേണ്ട കളരികളൊക്കെ കൊടുത്തു. പക്ഷേ കുറച്ച് കളരികളെല്ലാം ആഡ് ആയിട്ടില്ല. അപ്പോൾ അതിലൊരു 5-6 സ്നാപ്പും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് അത് ഫൈനൽ ചെയ്യും. പിന്നെ ഇപ്പോഴും കുറേ കളരികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 5-8 കളരികളുണ്ട് ഇപ്പോൾ പുതിയത് തന്നിട്ടുണ്ട്. പല പല സ്ഥലങ്ങളിൽ നിന്നും ഓരോരുത്തർ വിളിച്ച് പറഞ്ഞിട്ട് അതൊക്കെ ഇനി ആഡ് ചെയ്യാൻ കിടക്കണം. അതൊക്കെ ഇനി അത് ഒരിക്കലും ക്ലോസ് ചെയ്യില്ല, അതങ്ങനെ നിർത്തും. സെക്കൻഡറി വേർഷൻ ഉണ്ടല്ലോ, കളരി വേർഷൻ എന്ന് പറഞ്ഞിട്ട്, അതങ്ങനെ തന്നെ നിർത്തും. പുതിയത് കളരികൾ പുനരുദ്ധരിക്കപ്പെടട്ടെ. അപ്പോൾ അതിലോടൊപ്പം നമുക്ക് ചേർത്ത് പോകും. എന്നാലേ അഷ്ടകം നിലനിൽക്കുള്ളേ. അതുകൊണ്ട് അല്ലേ, അപ്പോൾ എന്നും അതിന് ആ ഒരു വാലിഡിറ്റി ഉണ്ടാവണമല്ലോ. എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും ഇതിങ്ങനെ ആ ഒരു ലെവലിലേക്ക് ഇതിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതോടൊപ്പം ഞാനും ചേട്ടനും കൂടി സംസാരിച്ചപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചേട്ടൻ എനിക്ക് വേണമെങ്കിൽ ഒരു 10-25 കളരിയോളം ചേട്ടൻ തന്നിട്ടുണ്ടാവും ഏകദേശം, അല്ലേ? ഏകദേശം തന്നിട്ടുണ്ടാവും. പിന്നെ എല്ലാം വന്നിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. അതെ. പിന്നെ ഇവിടുന്ന് ഒരു കാടാമ്പുഴ സൈഡിൽ നിന്ന് കുറച്ച് കളരികൾ, മുകുന്ദൻ എന്ന് പറഞ്ഞ ആളാണ്, അവിടെ നിന്ന് കുറച്ച് കളരികൾ ഞാൻ കൂടുതൽ ബഞ്ചായിട്ട് തന്നിട്ടുള്ള ആൾക്കാരെ ഞാൻ പറയണം. പിന്നെ കുറേയൊക്കെ എനിക്കറിയാവുന്ന കളരികളുണ്ട്. പിന്നെ നമ്മുടെ ശക്തി തിരക്കുറിപ്പ്, വില്യമംഗലം കളരി, ചേട്ടൻ കുറേ കളരികൾ സെൻഡ് ചെയ്ത് തന്നു. അങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ കുറേ ഒരുവിധം ഭാഗങ്ങൾ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി കുറേ പുനരുദ്ധാരണം നടന്ന് കഴിഞ്ഞ കളരികളുണ്ട്. അതൊക്കെ ലാസ്റ്റ് മൂമെൻറ്റിലാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ അഷ്ടകം രൂപത്തിലാണ് എഴുതേണ്ടതെന്ന് തീരുമാനിച്ചപ്പോൾ പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ് എഴുതേണ്ടതെന്നാണ്. അഷ്ടകരൂപത്തിൽ രൂപം വന്നിട്ടുള്ളൂ. എന്താണ് എഴുതേണ്ടതെന്ന് പറയുമ്പോൾ ദേവിയെ, ഘളുരികാ ദേവി എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നിലൊരു രൂപമില്ല. ഇതിനു മുൻപ് കളരികളുണ്ട്, കളരികൾ ദേവി ആരാധനയുണ്ടെങ്കിലും ഏത് രൂപത്തിലാണ് ഘളുരികാ ദേവി എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായ രൂപം നമ്മൾ മുന്നില്ലാതിരിക്കുകയാണ്. ധ്യാനമന്ത്രങ്ങളില്ല. സാധാരണ ഒരു ദേവിയാണെങ്കിൽ ദേവിക്ക് ധ്യാനമന്ത്രം കാണും, മൂലമന്ത്രം ഒന്ന് കാണും, അതിന് ധ്യാനമന്ത്രം വേറെ കാണും, പിന്നെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ വേറെ കാണും, പലതരത്തിൽ മന്ത്രങ്ങളുണ്ട്. അങ്ങനെ ഒരു മന്ത്രവും നമ്മൾക്കില്ല. അച്ഛന്മാർ എന്നുള്ള രീതിയിലുള്ള ഒരു ആരാധനാ ക്രമമാണ് നമ്മുടെ കാര്യത്തിൽ തുടർന്നു വരുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പല കളരികളിലും പല രീതിയിലാണ് ദേവി ആചരിക്കുന്നത്. ചിലർക്ക് പറയുമ്പോൾ ഉത്തമ രൂപത്തിൽ ആചരിക്കുന്നുണ്ട്, ചില മധ്യമ രൂപത്തിലുണ്ട്, ചിലർ അതും കടന്നുള്ള രീതികളൊക്കെ ഉള്ള കളരികൾ പണ്ടും ഉണ്ട്, ഇപ്പോഴുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായ രൂപം ഫിക്സ് ചെയ്യണം, ഭാവം ഫിക്സ് ചെയ്യണം. ദേവിയുടെ കളരി ഭഗവതിക്ക് ഏതാണ് ഭാവം, ആ ഭാവം ഫിക്സ് ചെയ്തിട്ട് വേണം ശരിക്കും അതേക്കുറിച്ച് ഉള്ള വരികൾ എഴുതാൻ. അതായിരുന്നു ആദ്യത്തെ ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അത് നോക്കിയപ്പം അതിന് സഹായിച്ചത് പല ഘടകങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ജ്യോതിഷം ചെറുപ്പത്തിനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ കൂടെ, അച്ഛൻ ജ്യോത്സ്യൻ തന്നെയായിരുന്നു. അച്ഛൻ്റെ കൂടെ പല സ്ഥലത്തും ഞാൻ പഠിക്കുന്ന കാലത്ത്, സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലത്തും അച്ഛൻ്റെ സഹായിയായിട്ട്, ശിഷ്യനായിട്ട് അച്ഛൻ സഹായിയായിട്ട് അച്ഛൻ്റെ ബാഗ് പിടിക്കാൻ ഞാൻ പോകാറുണ്ട്. അങ്ങനെ പല കളരികളിലും പ്രശ്നത്തിന് പോകുന്നുണ്ട്. കളരി പ്രശ്നത്തിന് തന്നെ വരൂർ ഉൾപ്പെടെ പല കളരികളിലും കളരി ചിന്ത മാത്രമായുള്ള ഈ മണാലൂർ അച്ഛപ്പണികർ എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ വളരെ വ്യത്യസ്തമാണ്, ഇത്തരം കളരി ചിന്തകളുടെ കാര്യത്തിലൊക്കെ. അങ്ങനെ 2-3 പ്രശ്നത്തിന് തന്നെ പോയി. അവിടെ ആ കളരി കാര്യം മാത്രം ചിന്തിക്കാനുള്ള 2-3 പ്രശ്നങ്ങൾ ഞാൻ അച്ഛൻ്റെ ഒപ്പം പോയിരുന്നു ചെറുപ്പകാലത്ത്. അപ്പോൾ കൃത്യമായി കളരി ഓരോ ദൈവത്തെക്കുറിച്ചും മറ്റുള്ള കൃത്യമായ ചിന്തകൾ വന്നിരുന്നു. ജ്യോതിഷത്തിൽ പ്രശ്നമാർഗോ ഹോരശാസ്ത്ര പോലെ ഗ്രന്ഥങ്ങളൊന്നും കളരിയെക്കുറിച്ച് പറയുന്നില്ല. അത് ശരിക്കും പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ അതേക്കുറിച്ചുണ്ട്, അതേക്കുറിച്ച് കിടക്കുന്നില്ല, നമ്മൾ ചുരുക്കി പറയണം. അപ്പോൾ ഏതായാലും അതിൽ നിന്ന് കളരി ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുന്ന ഭദ്രകാളി രൂപമാണെന്നുള്ള കാര്യം ഉണ്ട്. ചന്ദ്രനെ കൊണ്ടുള്ള ദുർഗയുണ്ട്, ശുക്രനുള്ള അന്നപൂർണേശ്വരി ഒക്കെ ഉണ്ട്. പക്ഷേ അതല്ല, നമ്മൾ കളരിയിലെ ഭഗവതി എന്ന് പറയുന്നത് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കും, ചൊവ്വ എന്ന ഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഭദ്രകാളി രൂപമാണ് എന്ന കാര്യം നേരത്തെ തന്നെ പ്രശ്ന ചിന്തകളിൽ നിന്ന് തന്നെ കേട്ടുപഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ. അതിനുശേഷം നമ്മൾ തന്നെ കളരികളിലും ബന്ധുക്കൾ കളരികളിലും എല്ലായിടത്തും ഉണ്ടല്ലോ കളരികൾ. അവിടെയുള്ള പൂജാക്രമങ്ങളും എല്ലാം പരിശോധിച്ച് നോക്കിയപ്പോഴും ഇതൊരു ദ്രാവിഡ ചൈതന്യ. ശരിക്ക് കുറേ അതിലേക്ക് വരേണ്ടതുണ്ട്, അതിലേക്ക് പോകുന്നില്ല. പിന്നെ അതിനുശേഷം ആണ് പിന്നെ ഈ മുകുന്ദൻകുറുപ്പ് അദ്ദേഹത്തിൻ്റെ പുസ്തകം വളരെ ഉപയോഗപ്പെട്ടിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. അതിൽ നമ്മുടെ ഈ സമുദായത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഒരു ചരിത്ര ഗവേഷണ തലത്തിലേക്ക് നമ്മൾ ആരും കടന്നിട്ടില്ല.
ധാരാളം പണ്ഡിതന്മാരുണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിലും ചരിത്ര ഗവേഷണ തലത്തിലേക്ക് ആരും പോയിരുന്നില്ല. എന്തുകൊണ്ട് കളരി, എങ്ങനെ കളരി എന്നൊക്കെയുള്ള രീതിയിലൊന്നും ആരും ചിന്തിച്ചിട്ടില്ല. ആ രീതിയിൽ പുസ്തകങ്ങൾ കുറേ ആദ്യമായിട്ട് വരുന്നത് മുകുന്ദക്കുറുപ്പ് അദ്ദേഹം എഴുതിയിട്ടാണ്. ആ പുസ്തകങ്ങളിലെ കളരിയെക്കുറിച്ചും അല്ല ദേവതാ സങ്കല്പത്തെക്കുറിച്ചും വിശദമായിട്ട് പറയുന്നുണ്ട്. അത് കുറേയൊക്കെ വളരെ വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ്. അതെല്ലാം വായിച്ചു നോക്കിയപ്പോഴും ഈ പഴയ അനുഭവങ്ങളിൽ നിന്നും എല്ലാം നോക്കുമ്പോൾ ഇത് വളരെ വ്യക്തമാണ്. കളരി എന്ന് പറയുന്നത് കളരിയുള്ള നമ്മുടെ അക്ഷരകളരി എന്നൊക്കെ ആണെങ്കിൽ പോലും സരസ്വതിയൊന്നുമല്ല അവിടുത്തെ ദേവി, മഹാലക്ഷ്മിയൊന്നുമല്ല. അപ്പോൾ ഈ ആര്യസങ്കല്പത്തിലുള്ള ദേവിയൊന്നുമല്ല. ഇത് ശരിക്കും ദ്രവീഡിയൻ ദേവിയാണ്. നമ്മൾ ദേവി എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ആര്യസങ്കല്പം ഇവിടെ വരുന്നതിന് മുമ്പ് ക്രിസ്തുവിന് 2000 കൊല്ലത്തോളം പഴക്കമുള്ള ഇതാണ് നമ്മളെ ദേവീ സങ്കല്പം. അത് ഭദ്രകാളി സങ്കല്പമാണ്. ഭദ്രകാളി ദേവിയുടെ സാത്വിക ഭാവമാണ് കളരി ഭഗവതി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്നുള്ള ഇത്തരം നിഗമനങ്ങളിലൂടെ എത്തി. അപ്പോൾ നമ്മൾ അഷ്ടകം എഴുതേണ്ടത് ആ ഭഗവതിയെക്കുറിച്ചായിരിക്കണം എന്നർത്ഥം. നമ്മൾ ഒരു ഭദ്രകാളിയുടെ സാത്വിക ഭാവത്തിലുള്ള ദേവിയാണ് നമ്മുടെ ദേവി എന്ന് തീരുമാനത്തിലെത്തി. അതിനനുസരിച്ച് വരികൾ പിന്നെ എഴുതാമെന്നുള്ളതാണ് അടുത്ത് ചെയ്യേണ്ടത്. ഈ നമ്മൾ തന്നെ ജ്യോതിഷ പുസ്തകങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ഇതൊരു ഷഡാധാര സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയല്ല. അത് ഈ ആര്യന്മാർ ഇവിടെ വരുന്നത് ക്രിസ്തുവിന് ശേഷം 6-ാം നൂറ്റാണ്ടോടെയാണ്. 6-ാം നൂറ്റാണ്ടോടെ ആര്യം ഈ ഉത്തരേന്ത്യയിൽ നിന്നാണെങ്കിലും കേരളത്തെ സംബന്ധിച്ചോളം ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചോളം വടക്കുന്നു ഒന്നാണ്. ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മൾ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചോളം ഈ ഉത്തരേന്ത്യൻ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സിന്ധു നഗരത്തിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് വന്നൊരു സംസ്കാരമാണ് ആര്യ സംസ്കാരത്തിലുള്ള സംശയമില്ല. അതൊരു 6-ാം നൂറ്റാണ്ടിലേ വരുന്നുള്ളൂ നമ്മുടെ കേരളത്തിലൊക്കെ. ശങ്കരാചാര്യർ ഇവിടെ 8-ാം നൂറ്റാണ്ടിലാണ് ജനിക്കുന്നത്. ശങ്കരാചാര്യരാണ് ഇവിടെ ക്ഷേത്രങ്ങൾ ആരാധനാക്രമം ഉണ്ടാകുന്നത്. ക്ഷേത്രങ്ങൾ വടക്കുന്ന ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതും അതിൻ്റെ പൂജാക്രമം നിശ്ചയിക്കുന്നതും മൂകാംബിക ക്ഷേത്രത്തിലെ പൂജാക്രമം നിശ്ചയിക്കുന്നതൊക്കെ ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യരെ 8-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചത്. അതിനു മുമ്പ് ക്ഷേത്രാരാധന എന്നുള്ള സങ്കല്പം ശരിക്കും സത്യം പറഞ്ഞില്ല. ഷഡാധാര രീതിയിലുള്ള ക്ഷേത്രം, ശ്രീകോവിൽ ആ രീതിയിലൊന്നുമില്ല. അതിനു മുമ്പുള്ള കാവുകളാണ്, ദേവി കാവുകൾ. ആ കാവുകൾ അതിനു മുമ്പുണ്ട്, 6-ാം നൂറ്റാണ്ടിന് മുമ്പുണ്ട്. അതിൽ അങ്ങനെയുള്ള ദേവീ രൂപമാണ് നമ്മളെ കളരി നടത്തും. കളരി എന്ന് പറഞ്ഞാൽ ക്ഷേത്രമല്ല. അത് ഈ കളരിയും സത്യത്തിൽ ഇപ്പോൾ നമ്മൾ കൺസെപ്റ്റിന് മാറിയിട്ടുണ്ട്. ഈ കളരി എന്ന് പറഞ്ഞാൽ ശരിക്കൊരു വിദ്യാലയമാണ്, വിദ്യാഭ്യാസ സ്ഥാപനം. ഇന്ന് നമ്മളെ കൺസെപ്റ്റ് മാറി കളരി എന്ന് പറഞ്ഞാൽ ദേവാലയമായിട്ട് മാറിയിരിക്കുക. കളരി ഒരിക്കലും ശരിക്കും ഇതിനുവേണ്ടി ഇന്ന് നമ്മൾ കാണുന്ന കളരി പോലെയല്ല ഇതുണ്ടാക്കിയത്. ഇത് കുട്ടികളെ അക്ഷരമാണെങ്കിലും അക്ഷരം എഴുതി പഠിപ്പിക്കാനും സംസ്കൃതം പഠിപ്പിക്കാനും ജ്യോതിഷം പഠിപ്പിക്കാനും ഒക്കെയുള്ള ഒരു പാഠശാലയാണ്. ശരിക്കും കളരി എന്ന് പറഞ്ഞാൽ തന്നെ പാഠശാലയാണ്. അവിടെ ഒരു ആരാധന സത്യത്തിൽ വരുന്നില്ല. അത് വിദ്യാലയമാണ് അർത്ഥം, സ്കൂളാണ് ശരിക്കും വിദ്യാലയമാണ്. അത് മാറി അതിൻ്റെ ഭാഗമായിട്ട് ആ വിദ്യാലയത്തിൽ ആ കളരി അതിനുവേണ്ടി 47 അടി കളരി എന്ന് പറയും. 42 അടി നീളം, 21 അടി വീതി. അപ്പോൾ അത്രയും പേർക്ക് ഗുരു ഇരിക്കുന്നു, അതിൻ്റെ ശിഷ്യന്മാരിരിക്കുന്നു. അതിനെ പറ്റിയ ആ കളരി നീളം വീതിയാണ് വെച്ചിരിക്കുന്നത്. 42 അടി 21 അടി എന്നുള്ള കളരി കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയുള്ളതാണ് നടന്നത്. പണ്ട് ബ്രാഹ്മണരല്ലാത്തവരെ മുഴുവൻ നായന്മാരോ അതിന് താഴെയുള്ള സമുദായങ്ങൾ മുഴുവൻ ഈ ആ നാട്ടിലെ കളരികൾ പണിക്കന്മാരുടെ കളരിയിൽ വന്നിട്ടാണ് നിലത്തെഴുത്തും അക്ഷരാഭ്യാസവും പഠിച്ചത്. അതിന് അങ്ങനെ ആ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസാണ് ശരിക്കും കളരിക്കുള്ളത്, ഒരു ഡിവോഷണൽ പർപ്പസിനേക്കാൾ ഉപരി നടത്താം. അത് ഇപ്പോൾ അക്ഷരത്വം കാര്യങ്ങളൊക്കെ ക്ഷേത്രങ്ങൾ വന്നു. അന്ന് ക്ഷേത്രങ്ങളില്ലാന്ന് ഓർക്കണം. ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പാണ്. പിന്നീട് ശങ്കരാചാര്യരുടെ കാലത്തിന് ശേഷം പ്രതിഷ്ഠകളും ക്ഷേത്രങ്ങളൊക്കെ വന്നു. ആരാധന മുഴുവൻ ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യം കൂടി വന്നു. അപ്പോൾ എഴുത്തിനെഴുത്തും കാര്യങ്ങളൊക്കെ ക്ഷേത്രങ്ങളിൽ പോയി. അത് അടുത്ത കാലത്താണ്. ഇപ്പോൾ മനോരമ പോലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾ വരെ എഴുത്തിനെഴുത്ത് തുടങ്ങി, ക്ഷേത്രങ്ങളിൽ എഴുത്തിനെഴുത്ത് നടത്തുന്നു. അപ്പോൾ ഈ എഴുത്തിനെഴുത്ത് എന്നുള്ള പഠിപ്പിലും കാര്യങ്ങളൊക്കെ നമ്മളെ കളരിയിൽ നിന്ന് പോയി. അപ്പോൾ എഴുത്തിനെഴുത്ത് കളരി വെറും കളരി തറ മാത്രമായി. അപ്പോൾ കഴിഞ്ഞ കുറേ 1-2 തലമുറകളിലായിട്ട് നമ്മൾ കളരി വെറും തറകൾ മാത്രമായിട്ട് അന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ, നാട്ടിലെ കുട്ടികളെ, പണിക്കന്മാരെ മാത്രമല്ല, ഈ സമുദായത്തിലെ കുട്ടികളെ മാത്രമല്ല, ആ സമൂഹത്തിലെ ബ്രാഹ്മണരല്ലാത്തവരെ മുഴുവൻ സമുദായത്തിലെയും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആ തറ കുറേ കാലമായിട്ട് വിദ്യാഭ്യാസം പഠിപ്പിക്കലൊന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവിടെ ഒരു ചില ദൈവിക സങ്കല്പം കാണും. പ്രാർത്ഥിച്ചിട്ടാണ്, ഗണപതിയും ഭഗവതിയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് പഠിക്കുന്നു തുടങ്ങുന്നത്. അന്ന് ദേവി മാത്രമേ ദേവി അമ്മ ദൈവമാണ് തന്നെ പ്രാധാന്യം. ഈ ശിവൻ ദ്രവിഡിയൻ ദൈവമാണെങ്കിൽ പോലും ശിവനേക്കാൾ ഉപരി ഇത് അമ്മയാണ്. കേരളത്തിൽ മുഴുവൻ ദേവീക്ഷേത്രം മാത്രമേ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഈ 6-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ആര്യനൈസേഷൻ്റെ ശേഷമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം വൈഷ്ണവ മതം ശക്തി പ്രാപിക്കുന്നത്. അതിനു മുമ്പേ ശൈവൈറ്റ്സ എന്ന് കൂടുതലുണ്ടായിരുന്നത്. അതിനു മുമ്പുള്ള കാലത്താണ് നമ്മുടെ കളരികളുണ്ടായിരുന്നത്. നമ്മൾ ഇന്നത്തെ കേരളത്തിലെ ഈ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് കളരികളുണ്ട്. അതിൽ അമ്മദൈവം, ആ ദൈവമാണ് ദ്രവിഡിയൻ ദൈവമാണ്. ആ ദേവി ഒരിക്കലും സരസ്വതി ആവാൻ വഴിയില്ല, സരസ്വതി ലക്ഷ്മി ആവില്ല. കാരണം അത് ആര്യനൈസേഷൻ വന്നതിന്, സംസ്കൃതം വന്നതിന് ശേഷം ആണ് സരസ്വതിയും ലക്ഷ്മിയൊക്കെ ഉണ്ടാവുന്നത് തന്നെ.
സരസ്വതി ലക്ഷ്മിയൊക്കെ നമ്മളെ ചിന്തയിലേക്ക് വരുന്നതിന് മുമ്പേ കളരി ദേവി ഉണ്ടെന്നർത്ഥം. ആ ദേവിയുടെ രൂപം സരസ്വതിയുടെ ലക്ഷ്മിയുടെ രൂപമല്ല, അതിനു മുമ്പുള്ള പ്രാഗ് രൂപമാണ്. അത് ഭദ്രകാളി രൂപമാണ്. ഭദ്രകാളി സങ്കല്പം പണ്ടേ നമുക്കുള്ളതാണ്. ആ കാളി അതിൻ്റെ സാത്വിക ഭാവത്തിലാണ് നമ്മൾ കളരി അതാണ് നമ്മളെ കളരി ദൈവം, കളരി ദേവത എന്ന് പറഞ്ഞാൽ ആ ദേവിയാണ്. ആ ദേവിയെ ആരാധിക്കാൻ വേണ്ടി നമുക്ക് ഈ വരികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അഷ്ടകം ഒരു രീതിയിലാണെന്ന് ചിന്തിച്ചു. അഷ്ടകം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഭക്തി പ്രസ്ഥാന കാലത്താണ് അഷ്ടകം രൂപം വരുന്നത്. അപ്പോൾ 16 അഷ്ടകത്തിൻ്റെ രൂപം നമ്മൾ അഷ്ടകം എഴുതിയപ്പം 8 ശ്ലോകവും ഒരു ഫലശ്രുതി, അങ്ങനെ 9 ശ്ലോകമാണ് അഷ്ടകത്തിൽ. അപ്പോൾ ഇതിൽ പഞ്ചചാമരം വൃത്തം ആണ് സ്വീകരിച്ച് ഈ ഭക്തിക്ക് പറ്റുന്നൊരു വൃത്തമാണ്. ഈ ഭക്തി രാഗങ്ങൾ, റൊമാൻറ്റിക് രാഗങ്ങൾ, അങ്ങനെ ഈ രാഗങ്ങൾ ഓരോ പ്രത്യേക രാഗങ്ങൾ, മോഹനരാഗം എന്നൊക്കെ പറഞ്ഞാൽ കുറേ കൂടി റൊമാൻറ്റിക് ഒരു മെലഡീസിനൊക്കെ പറ്റും. പിന്നെ ഹിന്ദോളം അല്ലെങ്കിൽ ഇതുപോലെ ഹംസധ്വനി പോലുള്ള രാഗങ്ങളൊക്കെ ഭക്തിക്ക് കൂടുതൽ പറ്റും. അങ്ങനെയൊക്കെ രാഗങ്ങൾക്ക് തന്നെ ഈ വ്യത്യാസമുണ്ട്. അതുപോലെ സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ വൃത്തമാണ് അതിന് അടിസ്ഥാനമാക്കുന്നത്. ഒരു സാഹിത്യത്തിന് രൂപം നൽകുമ്പോൾ വൃത്തങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് ചെയ്യുന്നത്. മന്ദാക്രാന്ത കാളിദാസൻ മേഘസന്ദേശം എഴുതിയപ്പോൾ സന്ദേശം ഒരു റൊമാൻറ്റിക് ഭാവന കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ മന്ദാക്രാന്ത വൃത്തം ഉപയോഗിച്ചു. മന്ദാക്രാന്തിയുള്ള വൃത്തത്തിന് അങ്ങനെ രാഗത്തിന് പകരമുള്ള രാഗം സംഗീതത്തിൽ എങ്ങനെയോ അതുപോലെയാണ് സാഹിത്യത്തിൽ വൃത്തം എന്ന് പറയുന്നത്. അപ്പം ആ വൃത്തം ഇവിടെ ഈ പഞ്ചചാമരം എന്നുള്ള വൃത്തമാണ് നമ്മളിവിടെ ശിഖരിണി വൃത്തത്തിലാണ് ശങ്കരാചാര്യരെ ശിവശക്തിയായിട്ടോ എന്നുള്ള എഴുതിയത്. അത് കുറച്ച് കടുത്ത ഭക്തിക്ക് ശിവൻ്റെ രൂപത്തിന് പറ്റിയതാണോ അത്, കുറേ ലോലമായിട്ടുള്ള ഭക്തിയല്ല എന്നർത്ഥം. ഇവിടെ പഞ്ചചാമരം കുറച്ചുകൂടി ഒഴുക്കുള്ളതാണ്. ഈ ഭക്തിക്ക് പറ്റുന്ന ദേവി ഭക്തിക്ക് കൂടുതൽ പറ്റുന്ന വൃത്തമാണ് പഞ്ചചാമരം. 16 അക്ഷരം, ഒരു വരിയിൽ 16 അക്ഷരം, അങ്ങനെ 4 വരി. അതാണ് ശ്ലോകം എന്നുള്ള 4 പാദമാണുള്ള ശ്ലോകം. അപ്പോൾ 16 അക്ഷരം വീതമുള്ള 4 വരികളടങ്ങിയ ശ്ലോക രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്ന അഷ്ടകം ചെയ്തത്. അപ്പോൾ അതിൽ പഞ്ചചാമരം വൃത്തം സ്വീകരിച്ചു. ആ പഞ്ചചാമരം വൃത്തത്തിന് സ്വീകരിക്കാൻ കാരണം ഗണേശ പഞ്ചരത്നം ഉൾപ്പെടെ പല കൃതികളും ശങ്കരാചാര്യൻ്റെ പലതും ഈ വൃത്തത്തിൽ ചെയ്തിട്ടുണ്ട്. അതാണ് അന്ന് ഞാൻ പറഞ്ഞ പോലെ നിതാന്തകാന്തം അന്തകാന്തകാത്മജം എന്ന് പറയുന്ന പ്രശസ്ത ശ്ലോകമൊക്കെ ഈ വൃത്തത്തിലാണ്. അതുപോലെ ധാരാളം ഈ ഭക്തിക്ക് പറ്റുന്നൊരു വൃത്തം എന്ന നിലയ്ക്ക് പഞ്ചചാമരം പണ്ടേ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ പഞ്ചചാമരം വൃത്തത്തിൽ അത് പൂർത്തിയാക്കി. അത് പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളെ കളരി ദേവി എന്ന് പറഞ്ഞാൽ നമ്മൾ കുലത്തിൻ്റെ ദേവിയാണ്. നമ്മളെ ജ്യോതിഷം നമ്മൾ കുലത്തൊഴിലായിട്ടുള്ള നമ്മളെ കുലത്തിൻ്റെ ദേവിയാണ്. ആ ദേവി നമ്മളെ കുലത്തിൻ്റെ ഐശ്വര്യത്തിനാണ്, നമ്മളെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് എന്നൊക്കെയുള്ള ആ സങ്കല്പത്തിൽ തന്നെയാണ് നമ്മൾ കുലസ്യ ഭൂതിദായനം തുടങ്ങുന്നത്. നമ്മൾ കുലത്തിൻ്റെ ആണെന്ന് പറയാൻ വേണ്ടി തന്നെ ആദ്യം തന്നെ വാക്ക് കുലസ്യ ഭൂതിദായനം, കുലത്തിൻ്റെ ഭൂതി തരുന്ന, കുലത്തിന് ഐശ്വര്യം ഉണ്ടാകുന്ന ഫലാതിരേഖ വർഷിണിയും എന്നൊക്കെ പറയുന്നത്. പിന്നെ ബലസ്യ, പിന്നെ കുലം ബലം എന്ന് വരുന്നതിൻ്റെ ബലം കൊണ്ടുപോകുന്നത് തന്നെ സത്യം, ആ ദ്വിതീയാക്ഷര പ്രാസം കൊണ്ടുവരാൻ വേണ്ടി. കുലസ്യ ഭൂതിദായനിയും ഫലാതിരേഖ വർഷിണിയും ബലസ്യ ഹേതുകം എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബലം തരുന്നവളെ സുകേരളേ പൂജിതം. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഇത് കേരളത്തിലെ ദേവിയാണെന്ന് കൊണ്ടുവരുന്നത് മനഃപൂർവ്വം തന്നെയാണ് അർത്ഥം. ഇത് ആര്യന്മാരുടെ ദേവിയല്ല, വേദത്തിലെ ദേവിയല്ല അർത്ഥം. ഇത് നമ്മളെ കേരളീയ ദ്രവീഡിയൻ ദേവിയാണ്, മലയാളത്തിൻ്റെ ദേവിയാണ്, പണിക്കരുടെ ദേവിയാണ്, കളരിയിലെ ദേവിയാണ് വരുത്താൻ വേണ്ടി തന്നെയാണ് ആദ്യ ശ്ലോകത്ത് തന്നെ കേരളയെ സുപൂജിതം, കേരളത്തിൽ പൂജിക്കപ്പെടുന്ന ഈ ദേവി ഉത്തരേന്ത്യയിലില്ല, യു പിയിലുണ്ടാവില്ല, ബംഗാളിലുണ്ടാവില്ല. ബംഗാളിൽ കാളിയുണ്ട്, ഭദ്രകാളി കാളി ബംഗാളിലുണ്ട്, പക്ഷേ ഘളൂരിക ദേവി കേരളത്തിലുള്ളൂ. അത് പ്രത്യേകിച്ച് നമ്മൾ പെരിയാറിനും കോരപ്പുഴയ്ക്ക് ഇടയ്ക്കാണ് ഈ കളരികളുടെ സ്ഥാനം എന്ന് പറയുന്നത്. അതിനപ്പുറത്തുള്ള കണിയാർ പണിക്കന്മാർക്ക് കളരിയില്ല. കോരപ്പുഴയ്ക്ക് വടകരയോ കണ്ണൂർ തലശ്ശേരിയുള്ള പണിക്കന്മാർക്കും കളരിയില്ല. കളരിയുള്ളത് കാലടി മുതൽ പെരിയാറിന് വടക്ക് കോരപ്പുഴയ്ക്ക് അരിക്കുളങ്ങര കളരിയൊക്കെ ഉണ്ട്, കോഴിക്കോട് ജില്ലയുടെ കോരപ്പുഴ വരെ ഭാഗം, അത്രയും ഏരിയയിൽ മാത്രമാണ് ഈ കളരിയുള്ളത്. അതുകൊണ്ട് ഇത് കേരളയെ സുപൂജിതമാണ്, കേരളത്തിൽ പൂജിക്കപ്പെടുന്ന ഈ കുലസ്യ ഭൂതിദായിനെ, നമ്മളെ പണിക്കർ കുലത്തിൻ്റെ തന്നെ ഭൂതിയായ ദേവി എന്നൊക്കെ വരുന്നതാണ്. ആ രീതിയിലാണ് കൊണ്ടുവന്നത്. രണ്ടാമത്തെ തന്നെ അതാണ് ആ ശ്ലോകം സുശസ്ത്രവിദ്യ ഘളൂരികേതി വാച്യമർത്ഥ. ഘളൂരിക എന്ന വാക്കിനെ ഒന്ന് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ. ഘളൂരിക ഇതിൽ ഈ ദീർഘത്തിൻ്റെ പ്രശ്നം, കാരണം വൃത്തനിബദ്ധം പണ്ടൊക്കെ വൃത്തം ആക്കുന്നത് തന്നെ ഒരു കൃത്യമായ ചട്ടക്കൂട്ടുണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം പഞ്ചചാമരം വൃത്തം എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ രൂപമുണ്ട്. ജരം ജരം ജഗം നിരന്നു പഞ്ചചാമരം വരും എന്നാണ് അതിൻ്റെ വൃത്തലക്ഷണം. ഗണം ഉണ്ട്, ജഗണം രഗണം, പിന്നെ ജഗണം, പിന്നെ രഗണം, പിന്നെ ജഗണം, പിന്നെ അവസാനത്തെ അക്ഷരം ഗുരു അക്ഷരം, അങ്ങനെ 16 അക്ഷരം. അപ്പോൾ അത് കൃത്യമായിട്ട് പാലിച്ചാൽ അത് കൃത്യ മീറ്ററായി. പിന്നെ രാഗം കൊടുക്കേണ്ട അർത്ഥം അത് മീറ്റർ വൃത്തനിബദ്ധമല്ലാതെ കവിതകൾ എഴുതുമ്പോഴാണ് ഈ സംഗീത സംവിധായകർ കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. കാരണം ഇതൊക്കെ നമ്മളെ പഴയ ആൾക്കാർ വളരെ കൃത്യമായിട്ട് വളരെ കാൽക്കുലേറ്റഡ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ ഇത്തരം കാളിദാസൻ്റെ കൃതികൾ, ഈ വ്യാസനും കാളിദാസനും പോലുള്ള ആൾക്കാരൊക്കെ ലക്ഷക്കണക്കിന് ശ്ലോകങ്ങൾ എഴുതിയില്ലേ, അതെല്ലാം കൃത്യമായ വൃത്തത്തിലാണ്. അതിലൊന്നും ഒരു ദീർഘം പോലും ആവശ്യമില്ലാതെ ഉണ്ടാവില്ല. ഒരു ദീർഘം ആവശ്യമില്ലാതെ വന്നല്ലാതെ തെറ്റാവും, അത് ശ്ലോകം തെറ്റാന്നർത്ഥം. വൃത്തം തെറ്റിയാൽ അതിൻ്റെ മൊത്തം താളം തെറ്റും. അപ്പം അതിനാണ് വൃത്തം നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പഞ്ചചാമരം എന്നുള്ള വൃത്തത്തിൽ വരുമ്പോൾ ഈ രീതിയിൽ 16 അക്ഷരത്തിൽ നമ്മൾ ചെയ്തു.
ഈ ഇതൊരു മനസ്സിൽ വെച്ചുകൊണ്ട് കളരി എന്ന് പറയുന്നത് ഒരു അതാണ് സുശസ്ത്രവിദ്യ ഘളൂരി എഴുതി വെച്ചമർത്ത സുശിക്ഷിതം കിൽ അക്ഷരേഹി. ഈ ഘളൂരിക എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഘളൂരിക സംസ്കൃത വാക്കാം. ഘളൂരിക എന്ന വാക്ക് സംസ്കൃതമാണ്, പക്ഷെ കളരി എന്ന മലയാളം വാക്കാം. ഇത് സത്യത്തിൽ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നതല്ല, മറിച്ച് കല്ലൂരി എന്ന് പറഞ്ഞ് ഇവിടെ തമിഴിൽ വാക്കുണ്ടായിരുന്നു. കല്ലൂരി എന്ന തമിഴ് ദ്രവീഡിയം വാക്കുണ്ട്, അതിൽ നിന്നാണ് ശരിക്ക് കളരി എന്ന് വരുന്നത്. പിന്നെ സംസ്കൃതത്തിൻ്റെ വരവ് കൂടി വന്നതിന് ശേഷം ഇത് പിന്നെ ഈ നമ്മൾ കേരളദേശം സംസ്കൃതത്തിനാണ് കൂടുതലും സ്വീകരിച്ചത്. തമിഴിൽ നിന്നാണ് തമിഴിൽ നിന്നും കൂടി മലയാളം ഉണ്ടെങ്കിൽ സംസ്കൃതത്തിനെ കൂടി സ്വീകരിച്ച്, അങ്ങനെയാണ് പിന്നെ സംസ്കൃതത്തിലേക്ക് നമ്മൾ സംസ്കൃതത്തിനെ സ്വീകരിച്ച് ആണ് നമ്മൾ കൂടുതൽ കൃതികളെല്ലാം സംസ്കൃതത്തിലുണ്ടായതൊക്കെ. അപ്പം കളരി എന്ന വാക്ക് തമിഴിൽ നിന്നും കൂടി കല്ലൂരി തമിഴിൽ നിന്നും വന്നു, പിന്നെ സംസ്കൃത രൂപമാണ് ഘളൂരിക എന്നുള്ളത്. അപ്പോൾ ഇത് ഘളൂരിക എന്ന സംസ്കൃതത്തിലെ അർത്ഥം തിരഞ്ഞാൽ കിട്ടുക ഇത് ആയുധാഭ്യാസശാല എന്നാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് സുശസ്ത്രവിദ്യ, ഇവിടെ ശസ്ത്രവിദ്യ എന്നാണ് ഘളൂരിക എന്ന വാക്കിനർത്ഥം എങ്കിൽ പോലും ഇവിടെ ഞങ്ങൾ ശസ്ത്രവിദ്യ തന്നെയാണ്, ഇവിടെ ഞങ്ങൾ ആയുധാക്ഷരമാണ് എന്നാണ് രണ്ടാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. സുശിക്ഷിതം കിൽ അക്ഷരേ രീതിഹ സാധ്വിതം പദം. അക്ഷരേഹി സുശിക്ഷിതം, ഇവിടെ അക്ഷരങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇവിടെ ആയുധം, അതുകൊണ്ട് സാധ്വിതം പദം, അതുകൊണ്ട് ഈ പദം സാധുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ കളരിയുടെ ചരിത്രം കൂടിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അർത്ഥം. അതായത് ദേവീസ്തുതി മാത്രമല്ല, നമ്മൾ എങ്ങനെ ഈ കളരി എന്ന് പറയുന്ന കുലത്തിൻ്റെ ഏതാണ്, പിന്നെ അതിൻ്റെ വാക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, പിന്നെ അടുത്തതിലൊക്കെ പറയുന്നത് സുബാലകേഷു ബാലികാസു ധന്യം ആദ്യം അക്ഷരം ദാതുമേവ, കുട്ടികൾക്ക് അക്ഷരം കൊടുക്കുന്ന സ്ഥലമാണിത്. അതിനുവേണ്ടിയാണ് പണ്ട് ഘളൂരികാതരം ശ്രുതം അതിനുവേണ്ടിയാണ് കളരി ഉണ്ടാക്കിയത്. ഇത് അമ്പലമല്ല വിദ്യാലയമാണെന്നുള്ള ആ കൺസെപ്റ്റാണ് ഉള്ള അർത്ഥം. അത് മാറി, ഇപ്പോൾ വിദ്യാലയം എന്നുള്ള കൺസെപ്റ്റ് മാറി ദേവാലയം മാറി കളരി. അപ്പോൾ അതാണ് ഇതിൽ കൊണ്ടുവരും, കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ പണ്ട് കാരണന്മാർ തുടങ്ങിയതാണ്. അതാണ് ഈ ഘളൂരിക. ആ ഘളൂരിക ഇരിക്കുന്ന ദേവിയെ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നത്താണ് കൃത്യമായി ശിവാംശധാരിണി. ഇത് ശിവാംശധാരിണിയാണ്. ശിവാം ജനസ്യ ശോകനാശിനി, അതായത് വരാസനെ സമർപ്പിച്ചതാം സദൈവ ഭദ്രരൂപിണി, അവിടെയാണ് ദേവിയുടെ ഭാവം വ്യക്തമാക്കുന്നത്. ഇത് ശിവാംശമാണ്, വിഷ്ണു അംശമല്ല. അത് ശൈവൈറ്റ്സും വൈഷ്ണവൈറ്റ്സും തമ്മിൽ ഭയങ്കര അടിയുടെ കാലമുണ്ടായിരുന്നു. വൈഷ്ണവൈറ്റ്സാണ് വന്ന ആര്യന്മാർ വൈഷ്ണവരാണ്. ഇവിടെ പണ്ട് ശൈവരുണ്ടായിരുന്നു. ശൈവമതവും വൈഷ്ണവ മതവും തമ്മിലൊരു കാലത്ത് ഭയങ്കര യുദ്ധത്തിൻ്റെ കാലമുണ്ടായിരുന്നു. ശൈവ വൈഷ്ണവ സംഘർഷങ്ങൾ ഭയങ്കര ശക്തമായിരുന്നു, ആര്യ ദ്രാവിഡ സംഘർഷം പോലെ. അപ്പോൾ ഈ കളരി ദേവി എന്ന് പറയുന്നത് വൈഷ്ണവാംശരൂപിയല്ല, വന്ന ആര്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടല്ല. ഇവിടെ ആര്യ സംസ്കാരം വരുന്നതിന് മുമ്പേ ഇവിടെയുള്ള ദേവിയാണ്. ശൈവ ചൈതന്യമാണ്, ശിവനാണ്. അതുകൊണ്ട് ശിവാംശധാരിണി, വിഷ്ണുവംശധാരിണി അല്ല എന്നതൊന്ന് ഉണ്ട്. പക്ഷേ സാധാരണക്കാരൻ മനസ്സിലാവില്ല. നമ്മൾ ഉദ്ദേശിച്ചത് ഇത് പക്ക ദ്രവീഡൻ എന്ന് മലയാളത്തിൽ പറയുന്ന ദേവിയാണിത്. നമ്മൾ തനത് ദേവിയാണ്. ഈ ബംഗാളിലെ കാളിയൊക്കെ ഈ ഭാഗമാണ്, ചെറിയ ദ്രവീഡ്യൻ ഭാഗമാണ്. ഋഗ്വേദത്തിൽ പറയുന്ന വർണ്ണിക്കപ്പെടുന്ന ദേവിയല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ശിവാംശധാരിണി, ശിവ, അത് സദൈവ ഭദ്രരൂപിണി, ഇത് ഭദ്രരൂപിണിയാണ്. ഭദ്രകാളിയുടെ സത്യഭാവം എന്നൊക്കെ നമ്മളെ ഈ 8 ശ്ലോകത്തിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് കളരി എന്നാൽ എന്ത്, കളരി എന്തിനുള്ളതാണ്, ഇതിലെ ദേവിയുടെ ഭാവം എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തേലും ഈ ജ്യോതിഷത്തിൻ്റെ ദേവിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രവീന്ദു എന്നുള്ള 5ാമത്തെ ഇതിൽ പറയുന്നത് രവീന്ദു ഭൗമ ചാന്ദ്രി ജീവ ശുക്ര മന്ദരാഹവ, അതുപോലെ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്ര ശനി രാഹു കേതു മുതലായ ഗ്രഹങ്ങൾക്കൊക്കെ ഈ ജ്യോതിഷാങ്കണത്തിൽ അനുകൂല ഫലത്തെ ബോധിപ്പിക്കുന്ന ദേവിയെ നമസ്കരിക്കുന്നു എന്നാണ്. അപ്പോൾ കാരണം ഈ കളരി ജ്യോതിഷമാണ് നമ്മുടെ കുലത്തൊഴിൽ. നമ്മൾ ഈ ജ്യോതിഷം ഫലം പറയാൻ വേണ്ടി നമ്മൾ നവഗ്രഹങ്ങളെ നമ്മളെ അനുഗ്രഹിക്കുന്ന നമ്മുടെ കളരിയിലെ ദേവിയെ പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു ആംഗിളിലാണ് നമ്മൾ ഓരോ വരികളും ചിട്ടപ്പെടുത്തി. നമ്മൾ വെറുതെ ദേവിയെ സ്തുതിക്കൽ അല്ല നിർവഹിച്ചിരിക്കുന്നത്, നമ്മൾ സ്വദേശമാണ് കാര്യങ്ങൾ. ഇതിൻ്റെ ചരിത്രം പറയൽ കൂടി നിർവഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് നടത്തുന്നത്. പിന്നെ പുരാതന സുചിത, പിന്നെ അനന്തകോടി, പിന്നെയൊക്കെ പറഞ്ഞ് അങ്ങനെ ആണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ അഷ്ടകത്തിൻ്റെ നമ്മളെ ഈ രീതിയിൽ അഷ്ടകരൂപത്തിലായി, പഞ്ചചാമര വൃത്തത്തിലാക്കി ഈ നമ്മൾ കളരിയുടെ ചരിത്രവും ഇതിൻ്റെ ഉദ്ദേശവും കാര്യങ്ങളൊക്കെ വരികളിലൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ അങ്ങനെയൊക്കെയാണ് ഈ രീതിയിൽ കളരി അഷ്ടകം ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. അപ്പം അത് എന്നിട്ട് കറക്ഷന് വേണ്ടി ഞാൻ പറഞ്ഞില്ല, എൻ്റെ വൈഫിൻ്റെ അച്ഛൻ കോങ്ങാട് ഗോപാലകൃഷ്ണൻ പണിക്കരാണ്, മാമയ്ക്ക് കൊടുത്തു, കുട്ടേട്ടനും കൊടുത്തിരുന്നു. പിന്നെ അരിക്കുളങ്ങര സുരേഷ് നമ്മുടെ സുഹൃത്താണ്, പുള്ളി സംസ്കൃതത്തിലമ്മ നേരത്തെ പിന്നെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ തന്നെ വ്യാകരണം പ്രൊഫസറായി കാണിച്ചിരുന്നു പട്ടാമ്പി കോളേജിലെ നാരായണ നമ്പൂരി സാറുണ്ട്, മഞ്ചേരി പുള്ളിയൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഈ രൂപത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ചരിത്രം കൂടി ഉൾക്കൊള്ളുന്ന ഒരു കാവ്യമായിട്ടാണ് ഉദ്ദേശിക്കുന്നത് നടത്താം. ആയിക്കോട്ടെ.